ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ്. അനിത മാഡം, എത്രയായല്ലോ? യെസ്. ഗുഡ് ഈവനിങ് ഗൈസ്. സോ തുടങ്ങിയാലോ? യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അജിത്ത്. നാട്ടിലെത്തിയോ? എത്തി എത്തി എത്തി. എന്നാ തിരിച്ചെന്നാ? മണ്ട. മൺഡേ പോകും. ഓക്കെ. അതെ. എന്താന്ന് വീഡിയോ ഓണാക്കാനൊക്കെ ബുദ്ധിമുട്ട്? വീഡിയോസ് ഓണാവട്ടെ. ഞാൻ നിങ്ങളുടെ വീഡിയോസിന്റെ എണ്ണവും കണക്കും നോക്കിയിട്ടാണോ എൻ്റെ എനർജിയും ഊർജ്ജവും ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഓണാക്കുന്നത് നല്ലതാണ്. വീഡിയോസൊക്കെ ഓണായി വരട്ടെ. കൂടുതൽ വീഡിയോസ്, കൂടുതൽ ഓഡിയോ, നമ്മൾ ഡിസ്കഷൻസ്, ചർച്ചകൾ എല്ലാം വന്നു കഴിഞ്ഞാലേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ അല്ല? ഞാൻ സൗണ്ട് ക്ലിയർ ആണോ അല്ലേ അജിത്തെ? ക്ലിയർ ക്ലിയർ. യെസ് 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 യെസ്. സാറേ, എനിക്ക് സൗണ്ട് കുറവായിട്ടാണ് തോന്നുന്നത്. എന്റെ മാത്രം പ്രശ്നമാണോ? അതെ, ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് അകത്തേക്ക് വരണം. ഒരു 2 അടി പിന്നോട്ട് വെച്ചിട്ട് 4 അടി മുന്നോട്ട് വെച്ചാൽ മതി. തൻ്റെ ശബ്ദം എനിക്ക് വളരെ ക്ലിയർ ആണ്. യെസ്. ഒന്ന് അനിത ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് വാ. അല്ല, ഇത് സൂം ഓഫ് ആക്കിയിട്ട് തിരിച്ച് കയറി വാ ലിങ്കിൽ. അപ്പൊ ശരിയാവും, സെറ്റാവും. ക്ലിയർ? യെസ്. അപ്പോ ഇന്നലത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയോ? അതിലൊക്കെ ഒരു അഭിപ്രായം പറയൂ. കുറച്ചും കൂടിയും ആക്റ്റീവായിട്ട് നമുക്ക് തന്നാലല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാവുള്ളൂ അല്ലേ? യെസ്, പറയും. ഇന്നലത്തെ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ? ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? പോയിന്റുകൾ എന്തെങ്കിലും കിട്ടിയോ? നമ്മുടെ ഓണേഴ്സ് കോഡ് എന്ന് പറയുന്ന ബിസിനസ് ഓണർ എങ്ങനെ ആയിരിക്കണം, ബിസിനസ് ഓണർ എന്തൊക്കെ ശ്രദ്ധിക്കണം, കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. ഓക്കെ, അപ്പോ അതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. വീഡിയോ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. എനിക്ക് ട്രെയിനിങ് എടുക്കാൻ മുട്ടി നടക്കുന്ന ഒരാളൊന്നുമല്ല. വളരെ ഓപ്പണായിട്ട് ഞാൻ പറയാം. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ എനർജിയാണ് എനിക്ക് 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 നിങ്ങൾ ഇങ്ങോട്ട് ഓപ്പണായി വന്നു കഴിഞ്ഞാലാണ്, നിങ്ങൾ ഇവിടെ ഉണ്ട്, ഞാൻ സംസാരിക്കുന്നതിന് റെസ്പോൺസ് വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴുമാണ് നമുക്ക് കുറച്ചും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഒരു ഒരു രസകരമായിട്ട് എനിക്ക് ഒന്ന് ഉഷാറായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നലത്തെ പരിപാടിയിൽ നിങ്ങൾക്ക് പോയിന്റുകളൊക്കെ കിട്ടി, നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയി എന്നുള്ള ഒന്ന് നമ്മുടെ ചാറ്റിലേക്ക് ഒരു യെസ് ഇടുമോ? നല്ല തുടക്കം നന്നായിരുന്നു, അല്ലെങ്കിൽ തുടക്കം മോശമായിരുന്നു, എനിക്കറിയില്ല. നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് യെസ് ഇട്. മോശമായിരുന്നെങ്കിൽ നോ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നന്നാക്കാന്നേ. സെറ്റാക്ക്, തുടങ്ങട്ടെ. കമോൺ കമോൺ. നമുക്ക് സമയമില്ല, ബിസിനസ്സുകാരന്റെ സമയത്തിനാണ് പ്രാധാന്യം. എനിക്കൊക്കെ സമയത്തിനാ കാശ് ഞാൻ വെക്കലേ. നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? യെസ് യെസ്, കുറെ യെസ്സുകൾ വരുന്നുണ്ട്, നോകളൊന്നും വരും. ഞാൻ നോ വരുന്നുണ്ടോ നോക്കിയിട്ടായിരിക്കണത്. താഹിറ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം പറ്റിയില്ല എന്നാണോ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണോ? ഫുൾ കേൾക്കാൻ പറ്റിയില്ല. ഓ അങ്ങനെ, ഫുൾ കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ ഓക്കെ, ശരി 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 ശരി, ഓക്കെ, സാരമില്ല. നമുക്ക് സിമ്രാനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലത്തെ ആവശ്യമുള്ളവർക്ക് ഇന്നലത്തെ റെക്കോർഡ് കിട്ടും. അപ്പോൾ ആ റെക്കോർഡ് സെഷൻ മേടിച്ചോളൂ. കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് അതിനെ ശ്രമിക്കാൻ പറ്റും.
നന്നായിട്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾക്കത് നിങ്ങളുടെ ബിസിനസ്സിൽ എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് ഇന്നലത്തെ ക്ലാസ് മാറും. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ലൈക്ക് ഇന്നലത്തെ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു, നമ്മുടെ കോർ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചു. 5 കോർ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ വളരെ ഇതിട്ട് അതിൻ്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. നമ്മുടെ ടീംമേറ്റ് ഉണ്ട് സിമ്രാനായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്രാൻ അത് ചെയ്യും. നമ്മുടെ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ് സിമ്രാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ ഇന്ന് പലരുടെയും ഇന്നലത്തെ ചോദ്യങ്ങൾക്ക് ഇന്നലെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. സാറേ, എൻ്റെ ബിസിനസ് എന്ത് ചെയ്യണം, ഞാൻ നന്നാവോ, ചെയ്താൽ ശരിയാവോ, സാറേ എനിക്ക് വേണ്ട പോലെ കസ്റ്റമറെ കിട്ടുന്നില്ല, ബിസിനസ് കിട്ടുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ മജിമോൻ? കുറേ പേർക്ക് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത്ര കസ്റ്റമറെ എങ്ങനെ മേടിക്കാം, എങ്ങനെ നേടാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര് തന്നെ അതാണ്, മാർക്കറ്റ് ഡൊമിനേഷൻ ഫോർമുല. നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ നമുക്ക് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും, ഡൊമിനേറ്റ് എങ്ങനെ ചെയ്ത് നിൽക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ കൂടുതൽ കസ്റ്റമറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, ഐ വാണ്ട് മോർ വീഡിയോസ്. സാധാരണ ഇതിലെല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഓണാക്കി ഈ 1 മണിക്കൂർ സമയം നിങ്ങളൊപ്പം നിൽക്കണം. നിങ്ങൾക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ഇത് മാറ്റി വെച്ചോളൂ. ഞാൻ പറയുന്നു, ഈ 5 മണിക്കൂർ ഇന്നത്തെ മുതൽ നാളെയും മറ്റന്നാളും പിറ്റേ ദിവസമുള്ള മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇന്നലെ പറഞ്ഞൊരു പോയിന്റാണ്. ഇതിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും സ്ട്രഗിളിംഗ് സ്റ്റേജിലാണ്. നിങ്ങളുടെ ബിസിനസ്സിന്റെ സ്ട്രഗിളിംഗ് സ്റ്റേജിലാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ സ്ട്രഗിളിംഗ് സ്റ്റേജ് മാറിയിട്ട് കൃത്യമായിട്ട് സക്സസ് സ്റ്റേജിലേക്ക് വരാനുള്ള ഫോർമുലാസുകളാണ് നമ്മൾ പറയുന്നത്, കോഡുകളാണ്, ടിപ്പുകളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വീഡിയോസ് ഇവിടെ ഓൺ ആവണം. കൂടുതൽ ആളുകൾ നമുക്ക് കണക്ട് ആവണം. നിങ്ങൾ കണക്റ്റായി വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കൂടുതൽ ഒരു ഉഷാറുണ്ടാവുള്ളൂ. സോ ഷാൽ വി സ്റ്റാർട്ട്? ആസിഫ്ജി തുടങ്ങല്ലേ എന്നാ? യെസ് തുടങ്ങാം. ഓക്കെ, യെസ് യെസ്. അപ്പോ നമ്മുടെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ, എസ്പെഷ്യലി പുതിയ ബിസിനസ്സുകാർ, ഞാൻ പറയുന്നത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ ഫ്രീഡം ആഗ്രഹിച്ചിട്ട് ഉള്ള ജോലിയും ഉള്ള ശമ്പളവും മാറ്റി വെച്ചിട്ട് ജോലി തുടങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയ ആളുകൾ, പലപ്പോഴും അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിളിംഗ് സ്റ്റേജിൽ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് നന്നായി ബിസിനസ് ചെയ്യുകയും പിന്നീട് പെട്ടെന്ന് ഈ 2020 ശേഷം, കൊറോണയ്ക്ക് ശേഷം പെട്ടെന്ന് താഴെ പോവുകയും ചെയ്ത കുറച്ച് പേരുണ്ട്. അവരാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നറിയാതെ വളരെ കഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവർ എന്തൊക്കെയോ ചെയ്യുന്നു അതിനെ കോപ്പി അടിച്ച് ജീവിക്കുന്നവർ, ഇവരാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. റെഡി അല്ലേ? ഓക്കെ, സോ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. നമ്മുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ആരോ ഇവിടെ പറയുന്നത് കേട്ടു, സാറേ ഞാൻ പ്രിസർവേറ്റീവ് ഇല്ലാത്ത ഫുഡാണ് കൊടുക്കുന്നത്, പക്ഷേ എനിക്ക് വേണ്ടത്ര കസ്റ്റമറെ കിട്ടുന്നില്ല. എൻ്റെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, എൻ്റെ പ്രൊഡക്റ്റിൽ ഏറ്റവും നല്ല ടെക്നോളജിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള സർവീസാണ് ഞാൻ കൊടുക്കുന്നത്, പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, വേണ്ടത്ര കസ്റ്റമറെ എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാ. ശരിയാണ് കേട്ടോ. ഞാൻ പല ബിസിനസ്സുകാരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന സ്ഥിരമായിട്ടുള്ളൊരു ഡയലോഗ്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്, പലപ്പോഴും നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും അവരുടെ, നല്ല സർവീസ് ആയിരിക്കും അവരുടെ, വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് ബിസിനസ് വേണ്ടത്ര ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത്ര രീതിയിൽ ബിസിനസ് കിട്ടുന്നില്ല, ബിസിനസ് നടക്കുന്നില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബിഫോർ യു സ്റ്റാർട്ട് യുവർ ബിസിനസ്, ഓർ ബിഫോർ യു ഗോ ഫോർ യുവർ ബിസിനസ്, ഓർ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വളരെ സീരിയസ് ആയിട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ, ഇനി ചിലപ്പോൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പോകുന്നവരുണ്ടാവും ഇവിടെ, അല്ലെങ്കിൽ ബിസിനസ്സുകൾ ഓൾറെഡി തുടങ്ങിയവരുണ്ടാവും, whoever, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് കസ്റ്റമർ വിൽ നോട്ട് കം ടു യു ആൻഡ് ബൈ.
നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് ഒരാളും ഒരു കസ്റ്റമറും നിങ്ങളടുത്തേക്ക് വരില്ല, നിങ്ങളടുത്ത് നിന്ന് പ്രോഡക്റ്റ് വാങ്ങില്ല. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആരും വരില്ല. ഞാൻ പറയാണ്, എൻ്റെ ട്രെയിനിങ്ങിൻ്റെ അത്ര വേറൊരു ട്രെയിനിങ് ഇല്ല, എൻ്റെ ക്വാളിറ്റിക്ക് അത്ര അനുസരിച്ച് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. കസ്റ്റമർ അതൊന്നും മേടിക്കണമെന്നില്ല. ഒരു കാര്യം മനസ്സിലായിക്കോളൂ, നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ ഫീച്ചേഴ്സിനെ അല്ല ചൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകളെ അല്ല ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രത്യേകതകൾ ഉണ്ടാവും. ചിലർ അതിനെ USP, യൂണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ പോയിന്റ് എന്നൊക്കെ പറയും. USP, എൻ്റെ USP അതാണ്, എൻ്റെ യൂണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ അതാണ്. എസ്പെഷ്യലി ആഫ്റ്റർ 2020 ശേഷം, ആഫ്റ്റർ ദ എറ ഓഫ് കോവിഡ്, ആളുകൾക്ക് ഫീച്ചർ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. 18 വയസ്സ് കഴിഞ്ഞ അഡൽട്ടിന്റെ തിയറി എന്താണെന്നറിയോ നിങ്ങൾക്ക്? അഡൽട്ടിന്റെ തിയറി മനസ്സിലാക്കണം. നിങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഡിസിഷൻ മേക്കർ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ, അവന്റെ തിയറി എന്താണെന്നറിയോ നിങ്ങൾക്ക്? എനിക്കെന്ത് കിട്ടും? നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാവാം, നിങ്ങളുടെ പ്രോഡക്റ്റ് മോശമാവാം, നിങ്ങളുടെ പ്രൊഡക്റ്റ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആയിരിക്കാം, പക്ഷേ എനിക്കെന്താന്ന് കിട്ടും? ഇവിടെ ഇന്ന് വന്നവരിൽ ശ്രീജിത്ത് സാറുടെ ക്ലാസിന്റെ ഗുണം കൊണ്ടോ, ശ്രീജിത്തിന്റെ ശ്രീജിത്തിന്റെ നോളേജ് കൊണ്ടോ, ശ്രീജിത്തിന്റെ സ്കില്ല് കൊണ്ടോ, അല്ലെങ്കിൽ ശ്രീജിത്ത് അറിയപ്പെടുന്ന ബിസിനസ് കൺസൾട്ടന്റ് കൊണ്ടോ ഒന്നും അല്ല വന്നിരിക്കണം എന്നുള്ള സത്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം എന്താ പറയുക 8:30 മണി മുതൽ 9:30 മണി വരെ സംസാരിക്കാതിരുന്ന ആൾക്കാർ 9:30 മണിക്ക് ചാടി പിടിച്ച് വന്നിട്ട് ഒരുപാട് സംസാരിക്കാൻ ശ്രമിച്ചതും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും ചോദിക്കാനും നിന്നതും. കാരണം ഇവിടെ വരുന്നവർ അവർക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ട് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ട് തന്നെയാണ്. WIIFM, വാട്ട് ഇറ്റ് ഇൻ ഫോർ മീ, എനിക്കെന്ത് കിട്ടും. അങ്ങനെ എനിക്കെന്ത് കിട്ടുമെന്ന് നോക്കി വരുന്ന കസ്റ്റമറോട് ജുനൈദ് ഇന്നലെ പറഞ്ഞൊരു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്നാലും ഞാൻ പറയാണ്, ജുനൈദ് പറഞ്ഞു ഇതൊരു പ്രത്യേകതയുള്ള പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞൊരു ഓർമ്മയുണ്ട് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞൊരു ഓർമ്മ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല. ശരി, എന്താ ജുനൈദ് ഇന്നലെ എന്തോ ഒരു പറഞ്ഞൊരു ഇൻവെസ്റ്ററെ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ? നമ്മളെ പുതിയ 1-2 പ്രൊജക്ടുകൾ ഉണ്ട്, അതിലോട്ട് ഇൻവെസ്റ്റർ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻവെസ്റ്ററെ നോക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇൻവെസ്റ്ററെ മേടിക്കേണ്ടതെന്നല്ലേ പറഞ്ഞത്? അതന്നെ. ഇൻവെസ്റ്ററും ഒരു തരത്തിൽ നിങ്ങളുടെ കസ്റ്റമറാണ്. ബേസിക്കലി നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ ബൈ ചെയ്യുന്ന ആളാണ് അല്ലെ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന ആളുകളും നിങ്ങളുടെ കസ്റ്റമറാണ്. ഇവര് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിന്ന്, സർവീസിൽ നിന്ന് എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? സിമ്പിൾ. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് വർക്കൗട്ട് ആവും. So customer is not choosing your features, they are choosing your advantages. അവരുടെ അഡ്വാൻറ്റേജസ് എന്താണ്? ചൂസിങ് ദെയർ അഡ്വാൻറ്റേജസ്. അവർക്ക് എന്ത് കിട്ടുമെന്നാണ്. അപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റിനെ നിങ്ങൾ ഇന്ന് മുതൽ സംസാരിക്കേണ്ടത്, അനിത, അവരോട് സംസാരിക്കേണ്ടത് ഫിജിക്കാർട്ടിന് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറം ഫിജിക്കാർട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ്. അത് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടും. ഫിജിക്കാർട്ട് രംഗത്ത് ഒരുപാട് പേര് നല്ല നിലയിൽ പോയിട്ടുണ്ട്, മോശം രീതിയിൽ പോയിട്ടുണ്ട്, അതായത് കച്ചവടം കുറഞ്ഞു പോയിട്ടുണ്ട്. അനിതയും സന്ധ്യയും ഒക്കെ വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ ആ അപ്പുറത്തിരിക്കുന്ന കസ്റ്റമറായ ആൾക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ്, നമ്മളുടെ ബിസിനസിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ചോളൂ. ഇനി മുതൽ നിങ്ങൾ അവർക്ക് എന്ത് കിട്ടുമെന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? അത് പറയാതെ എങ്ങനെയാ നിങ്ങൾക്ക് അവർക്ക് ഒരു കാര്യം ചോദിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളൊരു സാധനം വിൽക്കുന്നു, കസ്റ്റമർ അത് വാങ്ങാൻ തയ്യാറാകണ്ട ഒക്കെ നിൽക്കട്ടെ.
ആ സാധനം വാങ്ങുന്നത്, ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്, ആ സർവീസ് എടുക്കുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുമെന്ന് മാത്രം ഓർത്താൽ മതി. നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമർ നിങ്ങൾ തന്നെയാണ്, അതെങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യും? അപ്പോൾ ഇത് പ്രശ്നങ്ങളൊക്കെ തീരും. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഗ്രോത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന എൻ്റെ കമ്പനി നടത്തുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിനാണോ, അതോ ശ്രീജിത്ത് കേസി എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തുന്ന ട്രെയിനിങ് പോയിന്റ് ബിസിനസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിനാണോ, അതോ നിങ്ങളുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങളെ, സ്ട്രഗിളിനെ, കഷ്ടപ്പാടിനെ, ബിസിനസ്സിനെ മാറ്റി ഏറ്റവും നല്ല രീതിയിലേക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഐ എം ഡാം ഷുവർ യു വാണ്ട് യുവർ പ്രോഫിറ്റ്, അല്ലേ? ഞാൻ നിങ്ങളോട് പറയാണ്, അതെ, ഞാൻ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, മാർക്കറ്റിങ്ങിലും സെയിൽസിലും ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുള്ള, കേരളത്തിലെ അറിയപ്പെടുന്ന സെയിൽസ് ട്രെയിനേഴ്സിൽ, ബിസിനസ് ട്രെയിനേഴ്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ട്രെയിനറാണ്. അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിട്ടുണ്ണിയേട്ടാ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, ഇതായിരിക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. മറിച്ച് ഞാൻ നിങ്ങളോട് പറയാണ്, ദേ ബിസിനസ്സിൽ കഷ്ടപ്പാടുണ്ടോ, ബുദ്ധിമുട്ടുന്നുണ്ടോ, തിരക്കാണോ, ഒന്നും നടക്കുന്നില്ലേ, പ്രോഫിറ്റ് നടക്കുന്നില്ലേ, ദേ 5 ദിവസത്തെ പരിപാടി. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്ട്രഗിളിംഗ് ലെവലിൽ നിന്ന് സക്സസ് ലെവലിലേക്ക് മാറാനുള്ള കുറച്ച് മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ രണ്ടും പറഞ്ഞു തരാം, പോരെ? അറ്റൻഡ് ചെയ്തേര്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്നെ കേൾക്കുന്ന, എനിക്ക് കൃത്യമായിട്ട് എൻ്റെ കസ്റ്റമർ ആവുന്ന, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് റിസൾട്ട് എടുത്ത് അവർക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടുന്ന ആളുകൾ മാത്രം മതി എനിക്ക്. ഞാൻ ഈ പരിപാടി നടത്തുന്നത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടല്ല. ഞാൻ കേരളത്തിലെ വലിയ ബിസിനസ്സുകാരെ, യൂസഫ് അലിയും കൊച്ചേസോ ചിറ്റിലപ്പള്ളി ഈ പ്രോഗ്രാമിൽ വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഒരു വാശിയില്ല, വേണ്ട. എൻ്റെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ബിസിനസ് തുടങ്ങിപ്പോയി, അതുകൊണ്ട് ജീവിക്കണം, ആ ബിസിനസ്സിൽ ജീവിച്ചിട്ട് കുടുംബത്തിനെയും മറ്റുള്ള ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, കഷ്ടപ്പെടുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടല്ലേ വന്നത് നിങ്ങൾ? ശരിയല്ലേ? എൻ്റെ പോസ്റ്ററിൽ എന്തെന്നായിരുന്നു? നിങ്ങൾ ബിസിനസ്സിൽ കഷ്ടപ്പെടുന്നുണ്ടോ, മാറാൻ സമയമായി, മാറാൻ നിങ്ങൾ ബിസിനസ് മന്ത്രം അറ്റൻഡ് ചെയ്താൽ മതി. മറിച്ച് ഞാൻ 20 കൊല്ലം പഴക്കമുള്ള, 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള, കാണാൻ സുന്ദരനും സുമുഖനുമായിട്ടുള്ള ശ്രീജിത്ത് കേസി വന്നിട്ട് ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വരില്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശരിയല്ലേ? സോ എന്തുകൊണ്ടാണ് കസ്റ്റമർ വാങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർക്ക് വേണ്ടത് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് അല്ല, കസ്റ്റമർക്ക് വേണ്ടത് ദ ക്ലിയർ മെസ്സേജ് പാസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇന്നലെ ആരോ ഇവിടെ ചപ്പാത്തി കമ്പനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ആളിവിടെ ഉണ്ടോ? ചപ്പാത്തി കമ്പനിയുടെ കാര്യം പറഞ്ഞ് എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. ആരാണെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിച്ചേ. ഇല്ലേ? ഇന്നലത്തെ കൂടി തന്നെ ചപ്പാത്തിയൊക്കെ കച്ചവടം. ഞാനായിരുന്നു ദിഷിത. ദീക്ഷിത, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ചപ്പാത്തി വെക്കട്ടെ എന്നുള്ളത്, അല്ലേ? എന്റെ ചോദ്യം ദിഷിത വളരെ സിമ്പിൾ ആണ്. ദിഷിത പറഞ്ഞു പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ചപ്പാത്തിയാണ് ഞാൻ വിൽക്കുന്നത് എന്നുള്ളത്. എന്റെ ചോദ്യം, ദിഷിത ചപ്പാത്തി വാങ്ങുമ്പോൾ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തത് എന്ന് പറഞ്ഞാണോ വാങ്ങാറുള്ളത്, ചപ്പാത്തി എന്ന് പറഞ്ഞാണോ വാങ്ങാറുള്ളത്? അങ്ങനെയല്ല സർ, ഇത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാത്തോണ്ട് നമ്മൾ പാക്കിൽ വാങ്ങുന്ന ചപ്പാത്തിന്റെ ടേസ്റ്റുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ക്വാളിറ്റി വെച്ച് അങ്ങനെ ആളുകൾ വാങ്ങുന്നുള്ളൊരു. ഞാൻ വളരെ സിമ്പിളായിട്ട് വീണ്ടും തിരിച്ചു ചോദിച്ചോട്ടെ? നിങ്ങൾ പറയാണ് നിങ്ങൾ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് ടേസ്റ്റിൽ വ്യത്യാസമുണ്ടെന്ന ഫീച്ചറാണോ പറയുന്നത്?
നിങ്ങൾ യഥാർത്ഥ ചപ്പാത്തിയുടെ രഹസ്യം രുചി ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഇത് കഴിക്കുന്നിടത്തോളം നിങ്ങൾ യഥാർത്ഥ ചപ്പാത്തിയുടെ രുചി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുക്കുകയാണെങ്കിലും ഉം. പോയിന്റിയോ? ആ. യഥാർത്ഥ ചപ്പാത്തിയുടെ രുചി ഇനിയാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. എന്താ നിങ്ങളുടെ ഷോപ്പിന്റെ പേരെന്താ? ചേളന്നൂർ ചപ്പാത്തി കമ്പനി. ചേലന്നൂർ ചപ്പാത്തി കമ്പനി ഇറക്കുന്ന ചപ്പാത്തി നിങ്ങൾ കഴിക്കുമ്പോഴാണ് ചപ്പാത്തിയുടെ യഥാർത്ഥ രുചി നിങ്ങൾ അറിയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആളുകൾ ചപ്പാത്തിയുടെ രുചി ഇത്രയും കാലം കഴിച്ച ചപ്പാത്തി അല്ല എന്ന് ചിന്തിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൽ എഴുതി ഒട്ടിച്ചാൽ പറ്റില്ല കേട്ടോ. ആ. ഇതാരാണ് വാങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ ആളുകളെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ആ ആളുകളെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അവരിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യേണ്ടത്. ആരാണ് നിങ്ങളുടെ ചപ്പാത്തി വാങ്ങാൻ പോകുന്ന ആൾ? ദീക്ഷിതയ്ക്ക് അറിയോ? അറിയാന്ന് ചോദിച്ചാൽ പറ. ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരാണ് വാങ്ങുന്നത്. നാട്ടിലെല്ലാവരും ചപ്പാത്തി വാങ്ങിയിരിക്കുന്നവരാണോ? എല്ലാരും വാങ്ങുന്നില്ല, ഡെയിലി വാങ്ങൂല. നിങ്ങൾക്ക് ഡെയിലി കച്ചവടം നടത്തണ്ടേ? ഡെയിലി വരുമാനം വേണ്ടേ? ഉം. അപ്പൊ ആര് വാങ്ങും? സൊല്യൂഷൻ അറിയില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം, ഞാൻ ഇന്നലെ പറഞ്ഞു, ഭൂരിഭാഗം സ്ത്രീകളും ഫുഡിന്റെ ബിസിനസ് തുടങ്ങുമ്പോൾ, ഗാർമെന്റ്സിന്റെ ബിസിനസ് തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ആരാണിത് വാങ്ങുക എന്ന് അറിയില്ല. ആരാണിത് വാങ്ങുക എന്നറിയാതെ നിങ്ങളെ ആർക്കാ വിൽക്കുക? പൂരപ്പറമ്പിൽ ബലൂണ് വിൽക്കുന്ന ആള് ആസിഫ് ജി മറ്റേ പൂരപ്പറമ്പിലൂടെ നടക്കുമ്പോൾ വരൂ വരൂ ബലൂണ് വാങ്ങൂ എന്ന് പറയൂ? എന്നാൽ ആസിഫിയുടെ കൊച്ചു കയ്യിലുണ്ടെങ്കിൽ ആ കൊച്ചിന് കാണിച്ചു കൊടുത്തിട്ട് ദേ ദേ ചുവന്ന ബലൂണാണ് കേട്ടോ എന്ന് പറയും, അല്ലേ? അവനറിയാം ആസിഫിന്റെ ബലൂൺ പ്രേമം, ആസിഫിന് ബലൂണൊന്നും പ്രേമല്ല, ആസിഫിന് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇഷ്ടം. എന്നാൽ ആ കുഞ്ഞിന് ബലൂണിനോട് വല്ലാത്ത അട്രാക്ഷൻ ഉണ്ട്. കുഞ്ഞാണ് അത് വാങ്ങാൻ പോകുന്നത്. കുഞ്ഞപ്പ വാശി പിടിക്കും, വാപ്പ എനിക്ക് വാങ്ങിത്താ വാപ്പ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. അപ്പോ എന്ത് സംഭവിക്കും? ആസിഫ് ജി അത് വാങ്ങിക്കൊടുക്കും, അല്ലേ? നമ്മളൊക്കെ കുഞ്ഞു പ്രായത്തിൽ വാശി പിടിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഈ നാട്ടിലെ ബലൂൺ കച്ചവടക്കാർ മുഴുവൻ ജീവിച്ചു പോയത്. അപ്പൊ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ വരുന്ന സ്ഥലം എവിടെയാണ്? അവിടെ ആയിരിക്കും നിങ്ങളുടെ ബലൂൺ കച്ചവടക്കാരുണ്ടാവുക. കുടുംബശ്രീയുടെ മീറ്റിംഗ് നടക്കുന്നിടത്ത് ഏതെങ്കിലും ബലൂൺ കച്ചവടക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയും അനിത. ഫിജി കാർഡിന്റെ മീറ്റിംഗ് നടക്കുന്നിടത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ബലൂൺ കച്ചവടക്കാരെ? ഇല്ല. കാരണം അനിത വാങ്ങില്ല. അനിതയുടെ കൊച്ചു വാശി പിടിച്ചാൽ വാങ്ങിക്കൊടുക്കും, അല്ലാതെ വാങ്ങില്ല. അതാണ് മാർക്കറ്റിംഗ്. എവിടെയാണ് നിങ്ങളുടെ കസ്റ്റമർ? ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? അവരെങ്ങനെയാണ് ചിന്തിക്കുക എന്ന് മനസ്സിലാക്കിയല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും? ദീക്ഷിതയുടെ നാട്ടിലെ എല്ലാവരും ചപ്പാത്തി വാങ്ങുമെന്നുള്ള ധാരണ ഇന്ന് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ചപ്പാത്തി ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. എല്ലാവരും നിങ്ങളുടെ കസ്റ്റമർ അല്ല. എല്ലാവരും നിങ്ങളുടെ കസ്റ്റമർ അല്ല. നിങ്ങൾക്ക് കസ്റ്റമർ ആവാനുള്ള ആളുകളുണ്ട്, അവർ മാത്രമേ വാങ്ങുള്ളൂ. അത് ഞാൻ പറഞ്ഞു തരാം. സാധാരണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ചിന്തിക്കുന്ന, സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ള, അല്ലെങ്കിൽ പിശുക്കി ജീവിക്കുന്ന, അല്ലെങ്കിൽ വളരെ സാമ്പത്തിക അച്ചടക്കത്തോടെ വാങ്ങുന്ന ആളുകൾ, നടക്കുന്ന ആളുകൾ ചപ്പാത്തി സ്ഥിരമായിട്ട് വാങ്ങാൻ വരില്ല. ആവറേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ കുറച്ച് ടോപ്പറിൽ നിൽക്കാത്ത മിഡിലിൽ നിൽക്കുന്ന ആളുകൾ, മിഡിൽ ക്ലാസ് പീപ്പിൾസ്, അതിൽ തന്നെ അപ്പർ മിഡിൽ ക്ലാസ് പീപ്പിൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചപ്പാത്തി വാങ്ങാൻ സാധ്യത. അവരെവിടെയാണ്? അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് നടത്തേണ്ടത്. ദീക്ഷിത എല്ലാ വീടുകളിലും നിങ്ങളുടെ ചപ്പാത്തി കമ്പനിയുടെ പരസ്യം വെക്കാതെ അങ്ങനെ അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ട് നിൽക്കുന്ന ആളുകളിലേക്ക്,
അതായത് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കില്ല, പെട്ടെന്ന് 2 ചപ്പാത്തി വാങ്ങാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അവരിലേക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് പോയാൽ അവരാണ് നിങ്ങളുടെ കസ്റ്റമർ. ദിസ് ഈസ് കോൾഡ് ബയർ പേഴ്സോണ. ആളുകളുടെ സ്വഭാവം, വാങ്ങുന്നവന്റെ സ്വഭാവം എന്തൊക്കെയുണ്ട്? പല രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എല്ലാവരും 95% ആളുകളും ബിസിനസ് ഉള്ളവരോ നാളെ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരോ ആണ്. 5% ആൾക്കാർ ഇതെന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടി വന്നവരുണ്ട്. എൻ്റെ കസ്റ്റമർ ആരാണ്? എൻ്റെ കസ്റ്റമർ ബിസിനസ് തുടങ്ങിയവർ, സ്ട്രഗിളിംഗ് സ്റ്റേജിൽ നിൽക്കുന്നവർ, അടുത്ത ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരാണ് എൻ്റെ കസ്റ്റമർ. അതല്ലാത്ത ഒരാളെയും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാണാൻ സാധിക്കില്ല. അവരെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഏതവനെയും വഴിയിൽ പോകുന്ന ഏതവനെയും ഗ്രൂപ്പിലിടില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് പറയും, ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് യാതൊരു സ്ഥാനമില്ല. വെറുതെ ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ എണ്ണം കൂട്ടാണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോയിക്കോളൂ. ദിസ് ഇസ് നോട്ട് യുവർ പ്ലേസ്. ബിസിനസ് കൂട്ടണം, ബിസിനസ് വളർത്തണം, എനിക്ക് പ്രോഫിറ്റ് കിട്ടണം എന്ന് ചിന്തിക്കുന്നവൻ ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആയാൽ അവർക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? ഹൂ ഈസ് യുവർ കസ്റ്റമർ? ഇത് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇന്നത്തെ ഹോംവർക്ക്. നാളെ വരുന്നതിന് മുന്നേ, നാളെ നമ്മൾ പഠിക്കുന്നത് സെയിൽസ് എഞ്ചിൻ, സെയിൽസ് എങ്ങനെ ചെയ്യണമെന്നാ. അതിന് മുന്നേ നമ്മൾ ഇന്ന് മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. മാർക്കറ്റിംഗിൽ നിന്ന് സെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോളജ് വേണം. ഈ നാളെ വരുന്ന സമയത്ത് അതിൻ്റെ പേപ്പർ, അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് വരണം. ഇവരാണ് എൻ്റെ കസ്റ്റമർ. എന്നോട് പറയല്ലേ എല്ലാവരും എൻ്റെ കസ്റ്റമറായെന്ന്. എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരും എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുമെന്ന് പറയല്ലേ. ഒരിക്കലും പറയരുതേ. അങ്ങനെ നിൽക്കുന്നവർ ഒരിക്കലും. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ട്. വാർത്താ ചാനലുകളുണ്ട്, മറ്റുള്ള ചാനലുകളുണ്ട്. ഏഷ്യാനെറ്റ് കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, റിപ്പോർട്ടർ ചാനൽ കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, 24 ന്യൂസ് കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, കൈരളി ന്യൂസ് കാണുന്ന വിഭാഗം ആളുകളുണ്ട്, ദൂരദർശൻ കാണുന്ന ആളുകളുണ്ട്. ആണോ? ഉണ്ടോ? അവരതേ കാണുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതായിരിക്കാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിട്ടും ചില ഷോപ്പുകളിൽ മാത്രം എന്താ തിരക്ക്? നിങ്ങളുടെ ടൗണിലെ ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉണ്ട്, ചില ടെക്സ്റ്റൈൽസിൽ മാത്രം എന്താ നിങ്ങൾക്ക് തിരക്ക് കൂടുന്നേ? ചില ടെക്സ്റ്റൈൽസിൽ പോയാൽ മാത്രം, ഉദാഹരണമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇവിടെ പോയാൽ അത് കിട്ടുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന എന്താ കാരണം? സാധാരണ തോർത്തും ചീപ്പും വാങ്ങാൻ പോകുന്ന ഒരു ഷോപ്പിലേക്ക് നിങ്ങളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സ് വാങ്ങാൻ നിങ്ങൾ പോവാറുണ്ടോ? ഇല്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. വെഡ്ഡിംഗ് സ്റ്റോർ നടത്തുന്നവർ, അതായത് വെഡ്ഡിംഗ് ടെക്സ്റ്റൈൽസ് നടത്തുന്നവരുണ്ട്, സാധാരണ മറ്റുള്ള കാര്യങ്ങൾ നടത്തുന്നവരുണ്ട്, അല്ലേ? ദാറ്റ്സ് എ ഡിഫറൻസ്. കണ്ടുപിടിക്കുക ആരാണ് നിങ്ങളുടെ കസ്റ്റമർ. ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? ഇനി ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഞാൻ പറയുന്നത് മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് അറിയില്ല, നിങ്ങൾ ഈ സ്ട്രഗിളിൽ നടക്കുന്നു, അതിന്റെ സെയിൽസ് അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അത് പറഞ്ഞു തരാനാണ് ഞാനിരിക്കുന്നത്. ചോദിക്കണം. ഇവിടെ ഈ എല്ലാവരുടെ എല്ലാം ചോദിച്ചിട്ട് കാര്യമില്ല. ഒറ്റയ്ക്ക് വരണം, കാശും കൊണ്ട് വരണം. മനസ്സിലായോ? അതിന് വേറെ പൈസ. ഫ്രീ എല്ലായ്പ്പോഴും ഫ്രീ കൊടുക്കുന്ന പരിപാടി ഇല്ല. ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ്, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. എപ്പോഴും ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നാണ്. ഇന്ന് കണ്ടോ, ഇന്നലെ 100-നടുത്ത ആൾക്കാരുണ്ടായിരുന്നു, ഇന്നത് 10, 15, 20 ആൾക്കാർ കുറഞ്ഞു. എന്താ കാരണം എന്നറിയോ ജുനൈദേ? നമ്മളത് ഫ്രീ കൊടുക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഇന്നലെ എല്ലാവരുടെ അടുത്തും 1000 രൂപ വെച്ച് മേടിച്ചിരുന്ന് വെക്കുക. ഈ 5 ദിവസത്തെ ക്ലാസ്സിന് 8:15 ആകുമ്പോൾ വന്ന് കയറിയിരിക്കും, ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ദാറ്റ്സ് എ പ്രയോറിറ്റി. നമ്മളത് മനസ്സിലാക്കണം. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആരാണ് കസ്റ്റമർ, ഹൂ ഈസ് റെഡി ടു ബൈ യുവർ പ്രോഡക്റ്റ്. എന്തുകൊണ്ടാണ് കസ്റ്റമർ വാങ്ങുന്നത്?
കസ്റ്റമർ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്നു? ഒരു 3-4 റീസൺസ് ഉണ്ട് കസ്റ്റമർ വാങ്ങാൻ. എന്താ അറിയോ? കസ്റ്റമർക്ക് ചില വേദനകളുണ്ട്, ചില പെയിനുകളുണ്ട്. ആ പെയിനുകൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാം. ആസിഫ് മുഹമ്മദിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ലീഡ് കിട്ടുന്നില്ല, അതുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന വേദന ഉണ്ടാവും. ആ വേദനയുള്ളവരാണ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആസിഫിന്റെ അടുത്ത് വരിക. ആസിഫ് അത് കൊടുക്കുന്ന, അതിന് സൊല്യൂഷൻ കൊടുക്കുന്ന ഡോക്ടറാണ്. ആ വേദന മാറ്റാൻ സഹായിക്കുന്ന മരുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടറാണ്, അല്ലെ? എന്നാൽ ചിലർക്ക് എന്താ അറിയോ? ചിലർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, അർജൻസി ഉണ്ടായിരിക്കും, തിരക്കായിരിക്കും പെട്ടെന്ന്. ഉദാഹരണം, ഭക്ഷണം. നിങ്ങൾ വണ്ടി പോകുന്ന റോഡ്, ഇത് സാധാരണ മെയിൻ റോഡിന്റെ സൈഡിൽ ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ആ ഹോട്ടലിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ദേ ആർ അർജന്റ്. അവർക്ക് എന്തിനാ അർജൻസി? ഫുഡ് കഴിക്കണം, വിശപ്പുണ്ട്, വിശപ്പ് മാറ്റണം, അർജൻസിയാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അവർക്ക് അർജൻസി ഉള്ളത്, അവർക്ക് തിരക്കാണ്, അവർക്ക് തിരക്കുണ്ട്, പെട്ടെന്ന് വാങ്ങണം, എനിക്ക് പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ നടക്കണം. എന്നാൽ മൂന്നാമത്തെ ആളുകളുണ്ട്, അവരാണ് ഏറ്റവും വളരെ ശ്രദ്ധിക്കുന്ന ആളുകൾ. അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നിങ്ങളെ വിശ്വസിക്കണം. ദേ മസ്റ്റ് ഹാവ് ട്രസ്റ്റ് ഓൺ യു. നിങ്ങളെ വിശ്വസിക്കാതെ അവർ വാങ്ങില്ല. ചില ഇൻഷുറൻസ് ഏജന്റുമാർ പറയാറുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവൻ, പക്ഷേ അവൻ പോയിട്ട് മറ്റാളടുത്ത് പോയിട്ടാണ് ഇൻഷുറൻസ് എടുത്തതെന്ന്. എന്തുകൊണ്ടാ അറിയോ? അത് പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്തുകൊണ്ടാ? ഈ ഏറ്റവും അടുത്ത സുഹൃത്തിനറിയാം നമ്മുടെ ഇപ്പുറത്തിരിക്കണവന്റെ യഥാർത്ഥ സ്വഭാവം. ഇവ ഇപ്പൊ തുടങ്ങി, ചിലപ്പോൾ നാളെ നിർത്തി പോയേക്കാം. മറ്റാള് കുറേ കാലമായിട്ട് ഇൻഷുറൻസിന്റെ പിന്നാലെയാണ്, അവന് കുറേ കാലമായിട്ട് അതിന്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം, എന്തൊക്കെ വേണമെന്നറിയാം. അതുകൊണ്ട് അവൻ വൃത്തിയായിട്ട് അയാളടുത്ത് പോയെടുക്കും. അനിത രഞ്ജിത്തിനെ മാത്രം വിശ്വസിച്ചു കൊണ്ടുവന്ന് ഫിജി കാർട്ടിൽ മെമ്പർഷിപ്പ് എടുത്ത എത്രയോ പേരുണ്ട്. ഞാൻ നിങ്ങളുടെ ട്രെയിനിങ് എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു, അനിത ചേച്ചി കാരണമാണ് ഞാൻ വന്നത്, സന്ധ്യ ചേച്ചി കാരണമാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ഇല്ലേ? ദാറ്റ്സ് കോൾഡ് ട്രസ്റ്റ്. ചിലർക്ക് ഇഷ്ടം അനിത എന്ന് പറയുന്ന വ്യക്തിയെ ആയിരിക്കാം, ചിലത് ഇഷ്ടം ഫിജി കാർട്ട് എന്ന് പറയുന്ന ബ്രാൻഡിനെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ. ആളുകൾക്ക് ഇഷ്ടം ആളുകളെയാണ്. ഇന്നിപ്പോ ഈ പരിപാടിക്ക് വരം ശ്രീജിത്ത് കേസിയുടെ AI ആണ് വന്ന് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഒരാളുണ്ടാവില്ല അവിടെ. ഉണ്ടാവോ? ആരും ഉണ്ടാവില്ല. അനിത എത്രയോ കാലമായിട്ട് എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന അനിതയ്ക്ക് എൻ്റെ AI വന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ വിളിച്ചിട്ട് പറയും, അതെ സാറേ, സാറ് തന്നെ എടുത്താൽ മതി, AI ഒന്നും വേണ്ട സാറേ. അറിയൂലേ? ഞാൻ എൻ്റെ പകുതി മലപ്പുറം, പകുതി പാലക്കാട്, പിന്നെ ഏതൊക്കെയോ മിക്സ് ആയിട്ടുള്ള എൻ്റെ ആക്സെന്റിൽ ഞാനിവിടെ സംസാരിക്കുന്നതാണ് അനിതയ്ക്ക് ഇഷ്ടം. ഞാനിവിടെ കിടന്ന് ഓരോന്ന് ചെയ്യുന്നതും പറയുന്നതുമാണ് അനിതയ്ക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടം. പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ. അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കമ്പനിയിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നത് പലരും, അല്ലേ? അറ്റ്ലസ് രാമചന്ദ്രന്റെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ എത്രയോ ആളുകളുടെ കമ്പനികളുടെ പേരെടുത്ത് പറഞ്ഞ പേഴ്സണൽ ബ്രാൻഡുകളിൽ നിന്ന് കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഇനി അങ്ങനത്തെ ഇല്ലെങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഷീമാട്ടി എന്ന് പറയുന്ന ബ്രാൻഡാണോ ബീനാക്കണ്ണൻ എന്ന് പറയുന്ന ബ്രാൻഡാണോ വലുത്? ഒരു കാലത്ത് ഷീമാട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് ബീനാക്കണ്ണന്റെ പ്രൊഡക്റ്റാ ഷീമാട്ടി. നിങ്ങൾ ഈ ഷീമാട്ടിയിൽ ബീനാക്കണ്ണൻ എന്ന് പേരുള്ള ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവിടെ കിട്ടുന്നത് വളരെ വലിയ വില കൂടിയ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫാഷൻഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്ക ബോബൻ, സിനിമാ നടന്മാര്, ഇവരെയൊക്കെ വെച്ചിട്ട്, ഹണി റോസ്, ഇങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യും? കമ്പനിയെ പ്രൊമോട്ട് ചെയ്യും. കോട്ടയത്ത് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലുണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഹണി റോസ് വന്ന് ഉദ്ഘാടനം ചെയ്ത ഹോട്ടലാ. പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ യാർ. സി, നിങ്ങളുടെ ബ്രാൻഡ് എന്തെങ്കിലും പേരിട്ടിട്ടൊന്നും കാര്യമില്ല, നിങ്ങളാണ് ഇതിൽ നിൽക്കുന്നത്. നോക്കി നോക്ക്,
ആസിഫിന്റെ കമ്പനിയുടെ പേര് ആസിഫിന് മാത്രമേ ചിലപ്പോൾ അറിയണ്ടാവുള്ളൂ. എനിക്കറിയില്ല. ഞാൻ എത്രയോ കാലമായിട്ട് ആസിഫിനെ അറിയാം. എനിക്കറിയില്ല ആസിഫിന്റെ കമ്പനിയുടെ പേരെന്താന്നുള്ളത്. പക്ഷെ എനിക്ക് ആസിഫിനെ അറിയാം. ആസിഫിന്റെ കമ്പനി അത്രേ ഉള്ളൂ. ആസിഫ് ചെയ്യുന്ന എന്താ അത്രേ ഉള്ളൂ. എന്റെ കമ്പനിയുടെ പേരറിയോ? അനിതയ്ക്ക് അറിയോ എന്റെ കമ്പനിയുടെ പേരെന്താന്നുള്ളത്? എത്ര കാലമായി? പ്രേമാദേവിക്ക് അറിയോ? എൻ്റെ ക്ലാസ് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് എൻ്റെ കമ്പനിയുടെ പേര് വെച്ചാൽ ആർക്കും അറിയില്ല. ശ്രീജിത്ത് സാറിന്റെ കമ്പനി അത്രേ ഉള്ളൂ. ശ്രീജിത്ത് കേസിയുടെ കമ്പനി. പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ. അപ്പോൾ നിങ്ങളുടെ കമ്പനിയെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐദർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ തല, നിങ്ങളുടെ ഫിഗർ നിങ്ങളായിരിക്കണം മോഹൻലാൽ, നിങ്ങളായിരിക്കണം മമ്മൂട്ടി, നിങ്ങളായിരിക്കണം ഷാരൂഖ് ഖാൻ. എന്നിട്ട് നിങ്ങളുടെ തല വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യേ, പക്കാ കയറി വരും. 100% കയറി വരും. കാരണം നിങ്ങളുടെ നാട്ടുകാർക്ക് ഇഷ്ടം നിങ്ങളെയാ, നിങ്ങളുടെ കസ്റ്റമർക്ക് ഇഷ്ടം നിങ്ങളെയാ. കസ്റ്റമൈസ്ഡ് ബോട്ടിക്കിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ കൂടുതൽ പണം കൊടുത്ത് ഡ്രസ്സുകൾ വാങ്ങാൻ തയ്യാറാവുന്നില്ലേ? ഇല്ലേ? ഷെഫ് പുള്ളിയുടെ ഫിഷ് നിർമ്മാണം വാങ്ങാൻ വേണ്ടിയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് കൂടുതൽ കാശ് കൊടുത്തിട്ട് മീൻകറി വാങ്ങിയിട്ട് വരുന്നില്ലേ നിങ്ങൾ? പേരെന്താണ്? പിള്ളാസ് ഫിഷ് നിർമ്മാണ. അതായത് നമ്മുടെ വീട്ടിൽ മറ്റേ കരിമീൻ പൊള്ളിച്ചിട്ട് കിട്ടുന്ന സാധനം തന്നെ. പക്ഷെ പുള്ളി ഉണ്ടാക്കുന്നതാണ്. എത്ര പേര്, ആളുകളുടെ പേരിൽ എത്ര കമ്പനി അറിയപ്പെടുന്നുണ്ട്. ഇറ്റ്സ് എ ഈസിയസ്റ്റ് വേ ഓഫ് മാർക്കറ്റിംഗ്. നിങ്ങളുടെ കമ്പനി ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ നിൽക്കുന്ന കമ്പനിയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ മുഖം കാണിച്ച്, നിങ്ങൾ സംസാരിച്ച്, നിങ്ങൾ അങ്ങ് മുന്നോട്ട് ഇറങ്ങി നോക്ക്. ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഇത് പലപ്പോഴും പലർക്കും അറിയില്ല. നിങ്ങളെ പൊസിഷൻ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ, പ്രോഡക്റ്റിനെ യഥാർത്ഥ ആളുകളുടെ അടുത്ത് പൊസിഷൻ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കാത്തത്? കച്ചവടം സംഭവിക്കാത്തത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളാണ്. ഡോണ്ട് ഗോ ഫോർ മാർക്കറ്റിംഗ്. നിങ്ങളെ പൊസിഷൻ ചെയ്യുക, നിങ്ങളുടെ കമ്പനിയെ പൊസിഷൻ ചെയ്യുക. ചപ്പാത്തി കമ്പനിയിൽ ഏറ്റവും രുചിയുള്ള ചപ്പാത്തി കിട്ടുമെന്ന് നിങ്ങൾ പറയുക, അതിനെ നിങ്ങൾ പൊസിഷൻ ചെയ്യുക. നല്ല രുചിയുള്ള ചപ്പാത്തിയാണ്, അതുകൊണ്ട് റേറ്റ് ചിലപ്പോൾ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ആൾക്കാർ വന്ന് വാങ്ങും നല്ല ചപ്പാത്തി നോക്കിയിട്ട്. എന്നിട്ട് അവർ പറയും അതെ അതിൻ്റെ പ്രൊഡക്റ്റ് രസമാണ്, അത് നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക? ഈ നേരത്തെ പറഞ്ഞ ചപ്പാത്തി കമ്പനിയുടെ പേര് ഞാൻ വിട്ടുപോയി, മറ്റെന്തോ നിങ്ങളുള്ള പേരാ പറഞ്ഞത്. അതിന് പകരം ആ ദിഷിതയുടെ കമ്പനി ഉണ്ടല്ലോ, ചപ്പാത്തി കമ്പനി, അവിടുന്ന് വാങ്ങിയാൽ മതി, അവിടെ നല്ല രുചിയാ ചപ്പാത്തിക്ക് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ദിഷിതയുടെ ഫേസ് കാണിക്കണം, ദിഷിത പരിപാടിക്ക് ഇറങ്ങണം, ദിഷിത മാർക്കറ്റ് ചെയ്യണം. നിങ്ങൾ കർട്ടന്റെ പിന്നിൽ ഒളിച്ചിരുന്നിട്ട് നിങ്ങളുടെ പേര് ബ്രാൻഡ്, ഒരു നീളമുള്ള ബ്രാൻഡിന്റെ പേര് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വാങ്ങുമെന്ന് വിചാരിക്കരുത് പ്ലീസ്. യു പൊസിഷൻ യുവർ പ്രോഡക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചാറ്റിലേക്ക് ഒരു യെസ് വരട്ടെ. എന്താണ് ഒരു ഉഷാറില്ലല്ലോ ഒന്ന്? ആർക്കെങ്കിലും സംശയങ്ങളെന്ന് ചോദിച്ചാൽ ഇപ്പം ഉത്തരം പറഞ്ഞുതരാം. അപ്പം തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ്. നമുക്ക് ഈ വൺ സൈഡ് ക്ലാസ് ആകുമ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എനിക്കിഷ്ടമല്ല അത്. പറഞ്ഞോ, ചോദ്യങ്ങൾ വരട്ടെ. ഇപ്പൊ ചോദിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ പിന്നെ ഇനി 10 മണിക്ക് അവസരം കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാം. ശ്യാം, കോഴിക്കോട്. പറയൂ ശ്യാം. നമ്മളൊരു പ്രൊഡക്റ്റ് എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മളത് ആണോ വെക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കാട്ടും നല്ലത് വലിയൊരു ആക്ടേഴ്സിന്റെ ആണോ വെക്കുക? ഏറ്റവും കൂടുതൽ സൂപ്പർ ആവുക? മോഹൻലാൽ വന്നിട്ട് ശ്യാമിന്റെ ആ പ്രൊഡക്റ്റ് നല്ലതാന്ന് പറയുന്നതും, ശ്യാം വന്നിട്ട് പറയുക ഞാൻ ഏറ്റവും നല്ല സംഭവം കൊടുക്കുന്നതെന്ന് പറയുന്നതും ഏതാണ് വിശ്വസിക്കുന്നത് വെച്ചാൽ അത് കൊടുക്കാം. അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ വ്യത്യാസമുണ്ടെന്ന് തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ലാലേട്ടൻ വന്നിട്ട് 1 കോടി രൂപ മേടിച്ചിട്ട് 2 കോടി രൂപ മേടിച്ചിട്ട് അങ്ങ് പോയിട്ട് പറയും
ലാലേട്ടനെ അല്ലെങ്കിൽ ഒരു ആക്ട്രസിനെ വെക്കണമെന്നുണ്ടെങ്കിൽ ആക്ടറെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെലവാക്കുന്ന പൈസ എന്തായാലും ശ്യാമിന് സ്വന്തമായിട്ട് തല കാണിക്കാൻ അത്ര പൈസ വേണ്ടി വരില്ല. ഒരു ഇച്ചിരി പൗഡർ, ഒരു ഇച്ചിരി കമ്മഷി, ഒരു ഇച്ചിരി സെന്റും പൂശിയിട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ. പറഞ്ഞോളൂ. നമുക്ക് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെ സെലിബ്രിറ്റികളെ വെച്ച് ചെയ്താൽ നമ്മുടെ പേര് കുറേ ആളുകളുടെ അടുത്തെത്തും. പക്ഷെ അവർ നമ്മുടെ ഐറ്റം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഫേസിൽ ഇത് ചെയ്യുമ്പോഴാണ് ആളുകൾ കുറച്ചുകൂടി ട്രസ്റ്റ് കാണിച്ചിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങുള്ളൂ. പക്ഷേ ഈ പേര് ഒരുപാട് പേരിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വലിയ വലിയ ഐക്കൺസിനെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണം. മീൻസ് രണ്ടും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് മറ്റേത് കൊടുത്തിട്ട് തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടനാണ് സുന്ദരൻ, ബോബി ചെമ്മണ്ണൂരാണ് സുന്ദരൻ? രണ്ടാളും ഒരു സുന്ദരനല്ല. സുന്ദരനല്ലേ? ഇന്ന് ഞാനാണ് സുന്ദരൻ. ഇതിൽ വളരെ സിമ്പിളാണ്. നമ്മൾ എത്രത്തോളം അറിയപ്പെടുന്നു, നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് മാത്രമേ എഴുതുള്ളൂ. നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം നടക്കും, ഉറപ്പായിട്ടും നടക്കും. ഹലോ, കേൾക്കാവോ? ആരോ ഹലോ പറയുന്നുണ്ട്, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ, ആരാച്ച പറയൂ, കേൾക്കുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ കാണുന്ന പല ബിസിനസ്സും സാറ് പറഞ്ഞ പോലെ സെൽഫ് ബ്രാൻഡിങ് അല്ലല്ലോ. അതിന്റെയൊക്കെ ഓണേഴ്സ് ആരാന്ന് പോലെ ആർക്കും അറിയത്തില്ല. പലരും മാനേജേഴ്സിനെ വെച്ചിട്ടാണ് ബിസിനസ് ഒക്കെ നടത്തുന്നത്. അതിന്റെ ഓണേഴ്സിനെ തപ്പിപ്പോയാൽ നമുക്ക് പലരും കിട്ടുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരെന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അതിന്റെ ഓണേഴ്സ് ഒക്കെ പലരും ഹൈഡ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അവരൊക്കെ സക്സസ് ആവുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ജോയാലുക്കാസ് ആണോ ഭീമ ജ്വല്ലറി ആണോ നിങ്ങൾക്ക് ഇഷ്ടം? ആക്ച്വലി ഇത് രണ്ടുമല്ല പറഞ്ഞേ. ഈ പല ബിസിനസ്സിലും ഓണേഴ്സ് ആരാന്ന് അവര് ഓണേഴ്സിനെ കാണിക്കത്ത് തന്നെ ഇല്ല. ഇറ്റ്സ് അക്കോർഡിംഗ് ടു ഞാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറയട്ടെ. 2020 ശേഷമുള്ള ഒരു കാലാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ കമ്പനികളുടെ കാര്യമല്ല, അല്ലെങ്കിൽ വലിയ കമ്പനി നമ്മുടെ സംഭവത്തിൽ സ്ട്രഗിളായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഗർ തന്നെയാണ് ഏറ്റവും നല്ലത്. അതിലൊരു സംശയം. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, വീഡിയോ ഓണാക്കേണ്ട വർത്താനം പറഞ്ഞാൽ സമ്മതിക്കില്ല കേട്ടോ. ഇത് ആസിഫാണ്. പറഞ്ഞോ ആസിഫ്. ഞാനിവിടെ വീഡിയോ ഓൺ ആണുണ്ട്. ഓക്കെ ആസിഫ്. സോറി, ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാണ്. ശരിക്കും സാറ് പറഞ്ഞതുപോലെ ഇപ്പോ എന്താ പറയാ, യൂസഫ് അലി വരെ നമ്മുടെ ഈ ലുലുവിന്റെ ഇതുവരെ ലുലു വളരെയധികം ഫേമസ് ആണ്. അദ്ദേഹം വരെ ഫാസ്റ്റ് ഫുഡിൽ ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മളെ തന്നെ പ്ലേസ് ചെയ്യാവുന്ന കണ്ടീഷനാണ് ഇന്ന് സോഷ്യൽ മീഡിയ അടക്കം സാധ്യതയുള്ളത്. ശരിക്കും വലിയ വലിയ ബിസിനസ്സുകാർ പോലും പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ചേഞ്ച് ചെയ്യാണ്. ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗിലേക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി വമ്പൻ കമ്പനികളെല്ലാം അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. മറ്റവർ അവർ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയി ഓൾറെഡി പണ്ട് മുതൽ ഇരിക്കുന്നത് കൊണ്ട് അവർ അത് തന്നെ തുടർന്നു പോകുന്നു. എത്രയോ വമ്പൻ കമ്പനികൾ തുടർന്നു കൊണ്ടുപോകുന്ന അതേ സിസ്റ്റം തുടർന്നുകൊണ്ട് പോയ കമ്പനികൾ പിന്നീട് കൂപ്പ് കുത്തി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ കമ്പനികളിൽ ഇരിക്കുന്ന പലവരും പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. കാരണം പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഒരു ഇമോഷണൽ കണക്ഷൻസ് ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഒരു പോയിന്റ് കൂടി പറയാം, ഞാൻ അതിൽ ആഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ ഷെബിന്റെ അടുത്തേക്ക് വരാം. ഷെബി, ഞാൻ കണ്ടു, ഇഫ് യു ഡോണ്ട് പൊസിഷൻ യുവർ സെൽഫ്, യുവർ പ്രൊഡക്റ്റ് ഓർ യുവർ കമ്പനി ഇസ് ജസ്റ്റ് അനദർ ഓപ്ഷൻ എന്നാണ്. മറ്റേത് പ്രൊഡക്റ്റിനെ പോലെ ഒരു ഓപ്ഷൻ മാത്രമാവും ഇഫ് യു ഡോണ്ട് പൊസിഷൻ യുവർ സെൽഫ്. നിങ്ങളുടെ കമ്പനിയെ അല്ലെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ടൊരു പൊസിഷൻ വെച്ചിട്ടില്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് അതൊരു ഓപ്ഷൻ മാത്രമാവും. വേറൊരുത്തൻ കൂടുതൽ മാർക്കറ്റിങ്ങും കൂടുതൽ ബ്രാൻഡും ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും. ഒരു കാലത്ത് സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞൊരു ഉപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ, അല്ലെ? സ്പ്രിംഗ്ലർ, അങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്നത്, അല്ലേ? ആ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഉപ്പ് കുറെ കാലം ഓടി കഴിഞ്ഞിട്ട് ഇടക്കാലത്ത് ദൂരദർശനിലെ ഒരു ഉപ്പ് ഏതോ ഒരു പേര് വന്നിട്ട് ഒരുപാട് മാർക്കറ്റ് പിടിച്ചു. പെട്ടെന്ന് അവന്റെ കമ്പനി അങ്ങ് വാനിഷായി പോയി. എന്നിട്ട് വീണ്ടും ഈ വരന്നെ കയറി വന്നു. ഇതുപോലെയാണ്, ഒരുപാട് കാശ് ഇറക്കിയിട്ട് പരസ്യം ചെയ്തു കഴിഞ്ഞാൽ കയറി വരും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ കമ്പനിയിൽ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന അത്ര ആത്മാർത്ഥത, അത്ര ഇമോഷൻസ്, അത്രയും വലിയ ഇത് കൊടുക്കാൻ വേറെ ഒരു മാനേജർക്കും പറ്റില്ല. ദാറ്റ് ഈസ് ഡാം ഷുവർ. ഷെബിൻ പറയൂ. ഷെബിൻ സാർ, അതിനകത്തൊരു പോയിന്റ്,
നമ്മളൊരു ഇൻഫ്ലുവൻസറെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ വെച്ച് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരസ്യം പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേ ആള് തന്നെ നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ കൂട്ടത്തിലും നിന്ന് പറയുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും തെറി അവിടെ ഒരു ഇതുണ്ടായിരിക്കാം. എന്നാൽ കൂടിയും എല്ലാവർക്കും അങ്ങനെയൊന്നും ചെയ്യില്ല, ഒരേ പ്രൊഡക്റ്റ് തന്നെ കൊടുക്കില്ല. പക്ഷെ നമുക്ക് definitely ഉണ്ടാവും, ഉറപ്പായിട്ടും. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയാം, കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു കാലത്ത് പരസ്യത്തിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ, അല്ലേ? ഇപ്പൊ മഞ്ജു വാര്യർ മാറിയിട്ട് ഇപ്പൊ കല്യാണിന്ന് മാറിയിട്ട് ഇപ്പൊ റീഗലോ വേറെ ഏതൊരു ജ്വല്ലറിയിൽ കയറി കണ്ടിട്ടുണ്ട് ഞാൻ. അത്രേ ഉള്ളൂ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ബേസിക്കലി, പക്ഷെ അതിന് മുതലാളി മാറുന്നില്ലല്ലോ. അപ്പം മുതലാളി നമ്മൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞാലോ പ്രൊഡക്റ്റ് ഞാൻ വളരെ സിമ്പിളാണ്. ഇതൊരു ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എന്താ പറയുക മണിക്കൂറുകളെടുത്ത് എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ വളരെ സിമ്പിളാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എന്റെ കസ്റ്റമറിൽ ബഹുഭൂരിപക്ഷം പേരും അവർക്കൊരു സ്റ്റാറിനെയോ ഒരു ആക്ടറെയോ കാശ് കൊടുത്ത് വാങ്ങി മാർക്കറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരാ. എന്നാൽ അവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അവരുടെ കയ്യിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ത്രെഡ് ഉണ്ട്, അല്ലെങ്കിൽ പല ഓപ്ഷൻസും സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ കസ്റ്റമർ ഇരിപ്പുണ്ട്. അപ്പൊ അവരുടെ മുന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി അവനവന്റെ മുഖവും അവനവന്റെ തലയും അവനവന്റെ ഫിഗറും കാണിച്ചു കൊടുക്കുക തന്നെയാണ്. എന്നിട്ട് സംസാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവരാണ് ഇപ്പൊ നന്നായിട്ട് ബിസിനസ് നടത്തുന്നവര്, ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നവര്. മണിക്കൂറുകൾ കൊണ്ട് ദിവസങ്ങൾ അല്ല എന്താ പറയുക, ഓരോ എനിക്ക് ഒരുപാട് ടെക്സ്റ്റൈൽസിന്റെ ക്ലയൻസ് ഉണ്ട്. അവർ ദിവസങ്ങളോളം എടുത്ത് മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സംഭവത്തിനെ ഒരൊറ്റ ദിവസം കൊണ്ട്, ഏതോ പാഞ്ചാലി വസ്ത്ര അല്ല ആരാ മീറ്റ് ആൻഡ് മേരി എന്താടാ അനിത അവരുടെ പേര്, ഒരു കപ്പിള് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, പാഞ്ചാലി സംതിങ് എന്തോ പറഞ്ഞിട്ട്. 50 സാരി ഇറക്കി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകത്താണ് അവർ കൊറിയർ ചെയ്യപ്പെടുന്നത്. മിനിറ്റുകൾക്കാണ് വിറ്റ് പോകുന്നത്. പണ്ട് നമ്മുടെ അടൂര് നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, ഒലീവിയോ അല്ല ഏതായിരുന്നു അവര്, ഒരു കുറച്ച് പ്രശ്നങ്ങൾ, ഒലീവിയ അല്ലെ, അവര് മിനിറ്റുകൾക്കാണ് വിറ്റ് പോകുന്നത്. അതിന് ആ സമയത്ത് ടെക്സ്റ്റൈൽസുകൾ അവരുടെ പരസ്യം ഒരുപാട് സ്റ്റാഫുകളെ വെച്ച് അവിടെ നിർത്തി കച്ചവടം ചെയ്യുന്നതിന്റെ എത്രയോ വളരെ സെക്കൻഡ്സ് കൊണ്ടാണ്. നിങ്ങൾ പുതിയ ടെക്സ്റ്റൈൽസുകൾ, പുതിയ ജ്വല്ലറികൾ നോക്കൂ, നക്ഷത്ര പോലുള്ള ജ്വല്ലറികൾ, മഹാരാജ പോലുള്ള ജ്വല്ലറികൾ, അവരെല്ലാം എന്താ പറയുക, സ്വന്തം ഓണർ തന്നെ വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ വരുന്ന സമയത്ത് അതിന് വ്യത്യാസം വരുന്നുണ്ട്. ഇതിൽ വളരെ സിമ്പിളാണ്. ഞാൻ ഇതിന്റെ തിയറി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പീപ്പിള് ഒരു സാധനം, ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങുന്നത് ആ സാധനത്തിന്റെ ഫീച്ചർ കണ്ടിട്ടല്ല, ആ പ്രൊഡക്റ്റിനോടുള്ള ഇമോഷൻ കൊണ്ടാണ്. ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ, എല്ലാവരും കുളിച്ചോ, ഏത് സോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് എല്ലാവരും, ചിലപ്പോൾ ചിലർ മെഡിമിക്സ് മാത്രം വാങ്ങുന്നവരുണ്ട്, ചിലർ ചന്ദ്രിക മാത്രം വാങ്ങുന്നവരുണ്ട്, ചിലർ ഡവ് വാങ്ങുന്നവരുണ്ട്, ചിലർ വലിയ വില കൊടുത്ത് ബോഡി വാഷ് ഉപയോഗിക്കുന്നവരുണ്ട്. അതെന്ത് ഈ 150 രൂപ 200 രൂപ കൊടുത്ത് ബോഡി വാഷ് വാങ്ങുന്നത്? നിങ്ങൾക്ക് 25 രൂപയ്ക്ക് സോപ്പ് കിട്ടുമല്ലോ, ഏതെങ്കിലും ക്യൂട്ടിയോ 15 20 രൂപയ്ക്ക് കിട്ടുമല്ലോ, വാങ്ങി തേച്ച് കുളിച്ചാൽ പോരെ, രണ്ടിലും പത തന്നെയല്ലേ വരണത്? അല്ല സാറേ, ബോഡി വാഷ് ആക്ച്വലി നമ്മൾ വളരെ തിന്നാണ്, നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ കിട്ടും. ഇതെങ്ങനെ പറയുന്നറിയോ, വാങ്ങിക്കഴിഞ്ഞ് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയാ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ആര് പറയണം? കസ്റ്റമർ പറയണം, നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മളോടൊരു ഇമോഷൻ ഉണ്ടാക്കിയാൽ മതി. ലെക്സ് ഇപ്പോഴും ആളുകൾ വാങ്ങുന്നത് ലെക്സിൽ മറ്റേ ദീപിക പതുക്കോണും ഷാരൂഖ് ഖാനും കുളിക്കുന്നത് കൊണ്ടൊന്നല്ല, അതിന്റെ മണം കൊണ്ട് തന്നെ. ദാറ്റ് ഈസ് എ ഇമോഷൻ. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് എടുത്തോളൂ, ആ ഇമോഷനാണ്, അതിൻ്റെ ഒരു ഇമോഷനാണ്. പല കുഴിമന്തി ഷോപ്പുകളും ഹോട്ടലുകളും, എല്ലാ കുഴിമന്തി ഹോട്ടലുകളിലും നല്ല കച്ചവടമാണോ? ഇല്ല. വീക്കെൻഡുകളിൽ ഫാമിലിയെ കൂട്ടി പോയിരുന്നിട്ട് നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇമോഷൻ, ആ ഇമോഷൻ കാരണമാണ് പല കുഴിമന്തി ഹോട്ടലുകളും ഇപ്പോഴും നടന്നു പോകുന്നത്. അത് കൊടുക്കാൻ പറ്റാണ്ട് എന്റെ കുഴിമന്തി സൂപ്പറാ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരും അപ്പുറത്ത് കസ്റ്റമർ പറയും അവിടെ ഇരുന്നോ, ഞാൻ അപ്പുറത്ത് പോവാന്ന് പറയും. വളരെ സിമ്പിളാണ്. പണ്ട് കാലത്ത് സിനിമ കാണാൻ, ഞാൻ ആളുകളുടെ കസ്റ്റമറുടെ സ്വഭാവം മാറിയെന്ന് ഞാൻ പറഞ്ഞുതരാം. പണ്ട് കാലത്ത് ആസിഫ് ജി പണ്ട് സിനിമ കാണാൻ പോയിരുന്നുണ്ടെങ്കിൽ, പണ്ട് ഓലമേഞ്ഞ തിയേറ്ററും C ക്ലാസും B ക്ലാസ് തിയേറ്ററിലൊക്കെ നമ്മൾ പോയി സിനിമ കണ്ട കാലം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ക്ലാസ് ഇല്ല, ഇന്നെല്ലാം A ക്ലാസ്സാ. AC ഇല്ലാത്ത ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ പോയിട്ട് നിങ്ങളിപ്പോൾ കാണൂ സിനിമ? കാരണം നമ്മൾ പോകുന്നത് എന്റർടൈൻമെന്റ് ആണ്. ആ എന്റർടൈൻമെന്റ് മാക്സിമം അതിന്റെ സുഖത്തിലിരിക്കണം, അല്ലേ? ഇറ്റ്സ് എൻ ഇമോഷൻ. പണക്കാരനാവാ ചെന്ന പിന്നെ എനിക്കായാൽ, ഇതാണ് ചിന്ത. ശരിയാണോ? സിനിമ കാണാനല്ലേ, സിനിമ കണ്ടു പോന്നാ പോരെ, എന്ത് മഴ എന്ത് വെയില്.
അല്ല, ഏറ്റവും വലിയ അത് എങ്ങനെ മറ്റേ വെറുതെ ഇരിക്കണ സീറ്റിൽ, വടി പോലെ ഇരിക്കണ സീറ്റിൽ പറ്റില്ല. കുഷ്യനുള്ള കിടന്ന് കാണാൻ പറ്റുന്ന സീറ്റിലാണെങ്കിൽ 50 രൂപയുടെ കേസിലുള്ള അത് കൊടുത്തേക്ക് എന്ന് പറയും. ആണോ? ടിക്കറ്റിനൊക്കെ വിലയുള്ള പോപ്കോൺ വാങ്ങിയിട്ട് കയറിയിരുന്ന് തിന്നും. അത് കഴിച്ചില്ലെങ്കിൽ തെറ്റാണ്. ദാറ്റ്സ് എൻ ഇമോഷൻ. പണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് വർഷത്തിൽ 1-2 വട്ടം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകും. പ്രേമാദേവി, അച്ഛനും അമ്മയും ഞാനും ഒക്കെ പാടെ രാവിലെ ബസ്സിൽ കയറി പോകും. എല്ലാവരും ഗുരുവായൂർ അമ്പലത്തേക്ക് കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ ഞാൻ പോകുന്നത് തൊട്ടപ്പുറത്തെ മറ്റേ ആ ഹോട്ടലിന്റെ പേര് ഞാൻ വിട്ടുപോയി. അവിടുന്ന് മസാല ദോശ കഴിക്കാനാണ്. കാരണം ആ സമയത്ത് അന്ന് അവിടുന്ന് മസാല ദോശ കിട്ടുള്ളൂ. അതായിരുന്നു എൻ്റെ ഇമോഷൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട്, മറ്റേ ചന്ദനത്തിൻ്റെ പരസ്യം പറഞ്ഞ പോലെ. പക്ഷേ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് കൂടുതൽ വിശ്വാസം ട്രസ്റ്റാണ്. ആളുകളെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം, ആളുകളെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ തന്നെ വെച്ചിട്ട് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. മനസ്സിലായോ? നിങ്ങളുടെ കസ്റ്റമർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളാണ് നമ്മുടെ കസ്റ്റമറെ ചൂസ് ചെയ്തിട്ട് കസ്റ്റമർക്ക് വിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇന്നത് മാറ്റി. ഇന്ന് ലെറ്റ് ദ കസ്റ്റമർ ബൈ ഇറ്റ്. കസ്റ്റമർ നമ്മളെയാണ് ചൂസ് ചെയ്യേണ്ടത്. കസ്റ്റമർ വാങ്ങുകയാണ്, നമ്മൾ വിൽക്കുകയല്ല ചെയ്യുന്നത്. രണ്ടും ഒന്നാ. ആലോചിച്ച് നോക്കുമ്പോൾ രണ്ടും ഒന്നാ. പക്ഷേ ആസിഫ് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊള്ളാം, വന്ന് വാങ്ങിക്കോട്ടോ എന്ന് പറയുന്നതിന് പകരം ആസിഫിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊള്ളാം, ഞാനത് വാങ്ങാൻ പോകാമെന്ന് കസ്റ്റമർ പറയുന്നതാണ് ഇന്നത്തെ ശരി, ഇന്നത്തെ മാർക്കറ്റിംഗ്, ഇന്നത്തെ പൊസിഷനിങ്. പ്രൊമോഷൻ വേഴ്സസ് പൊസിഷനിങ് എന്ന് പറയുന്ന സംഭവമുണ്ട്. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ കാര്യത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന് പകരം നമ്മൾ കസ്റ്റമർ വാങ്ങാൻ, കസ്റ്റമർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, കസ്റ്റമർക്ക് താല്പര്യമുള്ള രീതിയിൽ, ഇൻട്രസ്റ്റഡ് ആവുന്ന രീതിയിൽ നമ്മളെ പൊസിഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ദ കസ്റ്റമർ കം ആൻഡ് ബൈറ്റ്. വരട്ടെ, വാങ്ങട്ടെ. ഇതാണ് ഇന്നത്തെ സ്റ്റാറ്റസ്. ചപ്പാത്തി കട, നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചപ്പാത്തി വെച്ചിട്ട് നിങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് കസ്റ്റമർ ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, വരില്ല. അവന്റെ കസ്റ്റമർ എവിടെയാണോ അവിടെ നിങ്ങളെ പൊസിഷൻ ചെയ്യണം. അത് ചിലപ്പോൾ ഷോപ്പ് അവിടെ ഉണ്ടാവണമെന്നല്ല, ചിലപ്പോൾ നിങ്ങൾ വെറും ഇന്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ മാത്രമായിരിക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. ഞാൻ ചപ്പാത്തിക്കട എന്ന് പറയുന്നത് അവർ പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങളുടെ ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ കേട്ടോ. ഒരാൾക്ക് ഞാനൊരു ചാൻസ് തരാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ വിറ്റ് പോകുന്നത് മോശമായിട്ടാണ്. ഒരാൾ വന്നിട്ട് പറയും നിങ്ങളെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേഗം വാ. ഒറ്റാള് വീഡിയോ ഓണാക്കിയവർ മാത്രം സംസാരിക്കുക. പറഞ്ഞോ. എനിക്ക് വീഡിയോ ഓണാക്കിയവരെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഒരാള്, എനിബഡി, എൻ്റെ പ്രൊഡക്റ്റ് ഇച്ചിരി മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാറേ, ഇതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, അറിയണമെന്നുണ്ടെങ്കിൽ വാ. ഞാൻ ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നതിന് ഒരു ദിവസം 1 മണിക്കൂർ ചാർജ് ചെയ്യുന്നത് 3000 രൂപയാട്ടോ. ഞാൻ ഇങ്ങനെ ഒരു അവസരം തരുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഞാൻ പൊട്ടനായോണ്ടല്ല, നിങ്ങൾ പൊട്ടന്മാരായോണ്ടാ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത ടോപ്പിക്കിൽ ആർക്കും താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് കാലത്ത് പറഞ്ഞു. വീഡിയോ ചെറിയ കുട്ടിയുടെ അടുത്താണ്. ശരി, കുഴപ്പമില്ല, പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ നടത്തുന്ന ഒരു ഫിറ്റ്നസ് പ്ലാറ്റ്ഫോമാണ് ലേഡീസിന് വേണ്ടിയുള്ളത്. ഫിറ്റ്നസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്? ലേഡീസിനുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാമാണ് മെയിനായിട്ട്. പിന്നെ ഈ PCOD, PCOS, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു? വർക്ക്ഔട്ട് പ്ലസ് ഡയറ്റ്. ഡയറ്റ് പ്ലസ് വർക്ക്ഔട്ട്. ഓക്കെ, ശരി. അതെ. അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ കൊടുക്കും. വർക്ക്ഔട്ട് Zoom ആപ്പ് വഴി ലൈവായിട്ട്, ലൈവും ഉണ്ട്, അതിന്റെ തന്നെ റെക്കോർഡഡ് സെഷൻ ഇൻ കേസ് ലൈവിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ. ഞങ്ങൾ അപ്പോൾ അതിന് ഇൻസ്റ്റാ, ഫേസ്ബുക്ക് വഴി ആഡ് ഒരുപാട് റൺ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലീഡ്സ് വരുന്നുണ്ട്. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഡ്സിനനുസരിച്ച് കൺവേർഷൻ വരുന്നില്ല. കൺവേർട്ട് ആവുന്നില്ല. അതായത് ലീഡ്സ് ഉണ്ട്, എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ എന്തുകൊണ്ടോ അത് കൺവേർട്ട് ആവുന്നില്ല. ശരി, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ പേര് പറയൂ. വേഗം പറയൂ. ഫിറ്റ് ഗേൾസ്. FIT GIRLS. GIRLS. ഫിറ്റ് ഗേൾസ്.
അതെ. ഗേൾസ് മറ്റേ പർപ്പിൾ കളറിൽ ഒരു ലവിന്റെ ചിഹ്നതാണോ നിങ്ങളുടെ ഉള്ളത്? അല്ല, ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് തീമാണ്. ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫിറ്റ് ഗേൾസ് ഡോട്ട് ഐ ഇൻ ആണോ? അതെ അതെ ഔട്ട് അതെ എന്നുള്ളതാണ്. അതെ 13.5K ഫോളോവേഴ്സ് ഉണ്ട് ഉം. നിങ്ങൾക്ക്. അത്യാവശ്യം ഓക്കെ. ഇതില് ഓരോരുത്തരെ കാണിച്ചു. ഇതിൽ ഇത് കാണിക്കുന്നത് നിങ്ങളാണോ, താഹിറയാണോ? അതില് ഞാനും ഉണ്ട്, പിന്നെ വേറെ ഞാൻ ഒരാൾ മാത്രമല്ല, ഞങ്ങളൊരു ടീമാണ്. ഉം. കുറച്ച് ട്രെയിനേഴ്സ് ഉണ്ട്, ഡയറ്റീഷ്യൻസ് ഉണ്ട്, ബാക്കി സ്റ്റാഫുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഗേൾസ് ആണ്. ഫിറ്റ്നസിനെ കുറിച്ച് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? ഫിറ്റ്നസിനെ കുറിച്ച് മീൻസ് ഞങ്ങളുടെ ട്രാൻസ്ഫർമേഷനാണ് കാണിക്കുന്നത്. പക്ഷെ ലേഡീസിന്റെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഉം. ഈ പ്രൈവസിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ ഞങ്ങൾ അധികം ഫോട്ടോസ് അങ്ങനെ പൊതുവെ പബ്ലിഷ് ചെയ്യാറില്ല. ഞാൻ ഏറ്റവും എതിരുള്ള ഒരു സാധനമാണ് ഈ പ്രൈവസി എന്ന് പറയുന്നതിൽ. എല്ലാവരും നിങ്ങളിപ്പോൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങളുടെ പ്രൈവസി മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ലേഡീസിന് പ്രൈവസി, ആണുങ്ങൾക്ക് പ്രൈവസി, ഇനി പോട്ടെ അത് വിടി. ഞാൻ ഇനി വലിയ വാഗ്വാദങ്ങളില്ല. വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം. നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. ആസിഫ് ജി, നിങ്ങൾ തുറന്നു നോക്കിയായിരുന്നല്ലോ അല്ലേ? തുറന്നു നോക്കിയോ? ഓക്കെ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ നടക്കുന്നില്ല, ടെസ്റ്റിമോണിയൽസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉം. താഹിറ, ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊരു സംഭവം ചെയ്യും. 4:3:1, 4:3:1. നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടെ പോകുന്നത് ടെസ്റ്റിമോണിയൽസ് അല്ലേ, ഓരോരുത്തർ അതെ. ഇതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. 4 എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ജനറൽ ഉം. ആയിട്ടുള്ള സ്ത്രീകൾ നേരിടുന്ന PCOD, അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ്, ഉം. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള ഉം. എഡ്യൂക്കേഷൻ വീഡിയോസ് പോട്ടെ. 4 എണ്ണം. ഉം. ഞാൻ പറഞ്ഞ ഒരു ആഴ്ചയിൽ 8 എണ്ണം പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 എണ്ണം പോകുന്നുണ്ടെങ്കിൽ 2 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? 2 വീഡിയോ. ഞാൻ പറഞ്ഞ 40% മീൻസ് 4 എന്ന് പറയുന്ന ഇത് മനസ്സിലായല്ലോ, റേഷ്യോ മനസ്സിലായല്ലോ. മനസ്സിലായി. 4 വീഡിയോ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള വീഡിയോസ് പോട്ടെ. ഉം. 4:3, 3 എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള, നിങ്ങൾ ആരെങ്കിലും അതിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയോട് ബന്ധപ്പെട്ട് നടക്കുന്ന ആക്ടിവിറ്റികൾ കാണിക്കുക. എന്താണ് ഇതിനു ഉം. വേണ്ടി ചെയ്യുന്നത്? ഫിറ്റ്നസ് ഒക്കെ ഉം. ചെയ്യുന്നുണ്ടെങ്കിൽ അത്, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത്, അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന എഡ്യൂക്കേഷൻ വീഡിയോസോ അല്ലെങ്കിൽ അതിന്റെ ഉം. ആക്ടിവിറ്റി വീഡിയോസോ കാണിക്കുക. ഒരു ഉം. വീഡിയോ നിങ്ങളുടെ ടെസ്റ്റിമോണിയൽ ആക്കുക. ഇപ്പൊ നിങ്ങൾ ഉം. മൊത്തം ടെസ്റ്റിമോണിയലാണ്. ആളുകൾക്ക് ടെസ്റ്റിമോണിയൽ വീഡിയോ ഇടുമ്പോൾ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പുഷിംഗ് ആണ്. ബേസിക്കലി ഉം. ഇവിടെ നടക്കുന്നത് മുഴുവനെ ഇതിങ്ങനെ, അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കൊന്നും നടക്കണ കാര്യം. ആൾക്കാരുടെ ഉള്ളിൽ അതൊരു നെഗറ്റീവ് വികാരം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ലീഡ് ഒരുപാട് വരുന്നുണ്ട്, എൻക്വയറികൾ. ലീഡ് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലല്ലേ? അതെ. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രണ്ടാമത്തെ, അത് വേറെ. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടാണ്. ആ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് ഒരു ഡിജിറ്റൽ ലീഡ് വരുന്ന സമയത്ത് ആ ലീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവൻ നോക്കുന്നത് നിങ്ങളോടുള്ള വിശ്വാസമാണ്. ഉം. ഉം. അത് താഹിറയും താഹിറയുടെ ടീമും പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് അതായത് ഇപ്പോൾ വളരെ സിമ്പിളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ 5 ദിവസത്തെ ട്രെയിനിങ് വെച്ചിരിക്കുന്നത്? എൻ്റെ മാർക്കറ്റിംഗ് ഞാൻ എല്ലാവരും പഠിപ്പിക്കുന്ന ആളാണ്. എൻ്റെ 5 ദിവസത്തെ മാർക്കറ്റിംഗ് വെക്കുന്നത്, മീൻസ് ട്രെയിനിങ് വെക്കുന്നത് വളരെ സിമ്പിളാണ്. ദിസ് ഇസ് എൻ എഡ്യൂക്കേഷൻ ട്രെയിനിങ്. ഞാൻ എന്താണ്, എൻ്റെ സ്വഭാവം എന്താണ്, ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, എൻ്റെ കണ്ടന്റുകൾ എന്താണ്, എനിക്ക് എന്തൊക്കെ റിസൾട്ട് കാണിച്ചു തരാൻ പറ്റുന്നുള്ളത് ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആണ്. ഉം. നിങ്ങൾ 90% സാധനം ഫ്രീ ആയിട്ട് കൊടുക്കണം. എന്നിട്ട് 10% നിങ്ങൾ ചാർജ് ചെയ്യണം. ഉം. ആ 10% വരെ നല്ല ചാർജ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് പ്രൈസിനേക്കാളും വളരെ ലോവസ്റ്റ് പ്രൈസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ഓൾറെഡി. അത് ഞാൻ പറയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാളെ കിട്ടാത്തത്. ആ, പ്രൈസ് അങ്ങനെ പ്രൈസ് അത് ഞാൻ അത് പറയാൻ നിൽക്കായിരുന്നു. പ്രൈസ് കുറച്ച് കൊടുക്കുന്നത് ഈസ് നോട്ട് എ മാർക്കറ്റിംഗ്. നിങ്ങൾ ഒരിക്കലും പക്ഷെ അങ്ങനെ ഈ ഒരു പറയാനുള്ളത്, പ്രൈസിന് തന്നെ ആളുകൾ കേറുന്നില്ല. അല്ല, പ്രൈസിന് കേറില്ല. ആ. പ്രൈസിന് കേറില്ല. നിങ്ങൾ കുറഞ്ഞ കാശാകൊണ്ട് കേറുകയില്ല. അതിന് പേരെ നിങ്ങൾ ഫ്രീ കൊടുക്കണം. നിങ്ങൾ നല്ല റേറ്റ് വെക്കണം, അത്യാവശ്യം നല്ല റേറ്റ് വെക്കണം. അവർ ക്വാളിറ്റി ചിന്തിക്കുന്നു. അത് അവിടെ ആരോ എഴുതിയിരിക്കണോ, സിഗ്ജിനെ എഴുതിയിരിക്കണത് ലോ ക്വാളിറ്റി ആയിരിക്കാം. അവർ അങ്ങനെ ചിന്തിക്കും. നിങ്ങൾ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ലോ ക്വാളിറ്റിയാണ് ചിന്തിക്കും. ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അവർക്ക് ലോ ക്വാളിറ്റി അല്ല വേണ്ടത്, അവർക്ക് റിസൾട്ടാണ് വേണ്ടത്. ദേ എക്സ്പെക്ടിങ് റിസൾട്ട്, നോട്ട് ഓൺ ദ ക്വാളിറ്റി. ഈവൻ ദ ക്വാളിറ്റി ഓൾസോ അവർക്ക് പ്രശ്നമല്ല. അവർക്ക് റിസൾട്ടിലാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ റിസൾട്ട് ഉണ്ട്. മീൻസ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വൺസ് അവർ ജോയിൻ ആയി കഴിഞ്ഞാൽ ആ പോയ ആളുകൾ ഒരിക്കലും പിന്നീട് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോവില്ല. ആയിരം ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ പക്ഷെ വരണ്ടേ,
അതാണ് പ്രശ്നം. അപ്പൊ അതിനെന്ത് വന്നു ചെയ്യാം? കഴിഞ്ഞാൽ അവര് നമ്മുടെ പിന്നെ കസ്റ്റമറാണ് അവര് 2 സ്ഥിരമായിട്ട്. ദിവസം 3 ദിവസം ഫ്രീ ആയിട്ട് എടുക്കുന്ന അങ്ങനെയും ചെയ്യുന്നുണ്ട് ഇടക്ക്. ആ ചെയ്തു. ഞാനിപ്പോ ആ ചെയ്യുന്ന എന്താ? നിങ്ങൾ വിചാരിക്കണേ 5 ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് ഭ്രാന്തായിട്ടാണെന്നാണോ? ഇല്ല അല്ല, ഇല്ല അത് അല്ല. ഉം. ശ്രീത്ത് കേസ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാ. എനിക്ക് എന്റെ പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് ബുദ്ധിമുട്ടില്ല. അതേ ഇരിക്കണ ഹരിദാസേട്ടൻ, മറ്റേ മടവില്ല് ബാക്കിൽ വെച്ചിരിക്കുന്ന ഹരിദാസേട്ടൻ എന്റെ ഫ്രീ പ്രോഗ്രാമിൽ വന്ന് അറ്റൻഡ് ചെയ്തതാ. ഉം ഉം. ഹരിദാസേട്ടൻ എനിക്ക് എത്ര പൈസ എന്ന് അറിയോ? ഇനിയിപ്പോ പൈസ ഈ ആഴ്ചയിൽ എന്നെ പാലക്കാട് ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ട്. നല്ല പൈസ മേടിക്കണ്ട ഞാൻ. കാരണം എന്താ? ഹരിദാസേട്ടൻ അറിയാം ഞാൻ അവിടെ മോശമാക്കില്ല എന്നുള്ളത്. അത്രേ ഉള്ളൂ. 90% നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തോ. 10 നിങ്ങൾ ഡെമോ, മറ്റേ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഡെമോ കാണിച്ചു കൊടുത്തോ, ഫ്രീ ആയിട്ട് കൊടുത്തോ. എന്താ പ്രശ്നം? എന്നിട്ട് എടുത്തിട്ട് തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഞാനൊരു കാര്യമുണ്ട് കേട്ടോ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് കാര്യമുണ്ട്, നോ ഫ്രീ ഓഫ് കോസ്റ്റ്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങണം, എൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് ഞാൻ ഫ്രീ കൊടുക്കില്ല. മാർക്കറ്റിങ്ങിനുള്ള സംഭവമാണെങ്കിൽ ഞാനത് ഫ്രീ ആയിരിക്കും. ചിലപ്പോൾ ചെറിയ ചാർജിന് കൊടുക്കും. ചിലപ്പോൾ ആളുകളെ അട്രാക്ട് ചെയ്യുക, മാക്സിമം ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഡിജിറ്റൽ ലീഡ്സിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾക്ക് ആ കസ്റ്റമർ ഉള്ളിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐദർ നിങ്ങൾ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ സംസാരിക്കണം, അല്ലെങ്കിൽ ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി അവരെ ഫീൽ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ ആ പെയിൻ അറിയിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പം താഹിറ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഡയറ്റ് വെച്ചിട്ടാണ്, ഫിറ്റ്നസ് വെച്ചിട്ടാണ് അവരുടെ പ്രൊഡക്റ്റ് മാറ്റുന്നത്. അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങൾക്ക് 80 ദിവസം, എത്ര ദിവസത്തെ പരിപാടി അത് താഹിറ? ഇത് 35 days ആണ് 35 ഇനീഷ്യലി. ദിവസം കൊണ്ട് നിങ്ങളുടെ PCOD മാറ്റുമെന്ന് പറയുന്നതും, ഞങ്ങളുടെ ഫിറ്റ്നസ്, ഞങ്ങളുടെ ഭക്ഷണം വെച്ചിട്ട് നിങ്ങൾക്ക് PCOD മാറ്റാം എന്ന് പറഞ്ഞ് രണ്ടാ. പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒന്നായിട്ട് തോന്നും. രണ്ടും ഉം. രണ്ടാ. ഞാൻ ഇല്ല, വളരെ നമ്മൾ ഫുഡൊന്നും പറഞ്ഞതാ. കൊടുക്കുന്നില്ല, താഹിറ, ഞാൻ വേറെ പറഞ്ഞ മെഡിസിൻസ് ഒന്നുമില്ല. എൻ്റെ ഒരു മോർണിംഗ് ക്ലാസ് ഉണ്ട്. 6:15 തുടങ്ങിയിട്ട് 7:30 വരെയുള്ള ഡെയിലി ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് 35,000 രൂപയാണ് ഫീസ് വരുന്നത്. എല്ലാ ദിവസവും രാവിലെ 6:15 കുറേ ബിസിനസ്സുകാരൊപ്പം ഇരുന്ന് പഠിക്കാം എന്ന് ഞാൻ പറയുന്നതിന് പകരം ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ ഒരു വർഷം നിങ്ങൾ ക്ലാസ്സിൽ, ഒരൊറ്റ വർഷത്തെ ക്ലാസ്സാണ്, ഒരു വർഷം നിങ്ങൾ ക്ലാസ് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് നിൽക്കുന്നതിൻ്റെ 10 ഇരട്ടി ബിസിനസ് നിങ്ങൾ ചെയ്തിരിക്കും. ഏതാ ആക്സെപ്റ്റ് ചെയ്യുക താഹിറ? സെക്കൻഡ് വൺ. മാത്രം. ആദ്യം പറയുമ്പോൾ 35,000 എന്ന് പറയുന്ന ഫിഗറിലാണ് നോക്കുക. രണ്ടാമത് പറയുമ്പോൾ 10 ഇരട്ടി ബിസിനസ് എത്രയായി? 1 ലക്ഷം ഇപ്പം ചെയ്യണ്ടെങ്കിൽ 10 ലക്ഷം. അപ്പോൾ ഈ 35,000 ഒരു പ്രശ്നമല്ല. വളരെ സിമ്പിളാണ്. താഹിറ റിസൾട്ട് പറയും. ഈ ടെസ്റ്റിമോണിയൽ എന്ന് പറയുന്നത് നിങ്ങൾ ഫുള്ള് ടെസ്റ്റിമോണിയൽ നിറച്ചിട്ട് കാര്യമില്ല. ക്ലിയർ ആണോ? ഇപ്പൊ സംഭവം ഒന്ന് ചൂട് പിടിച്ചു അല്ലേ നമ്മുടെ ക്ലാസ്? ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. ഇനി ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? വളരെ സിമ്പിളാണ്. സാറിന്റെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയാ, ഇതുപോലെ സാറിന്റെ തുടക്കത്തില് ഒരു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ കയറിയത്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു കിടിലൻ ഒരുപാട് കണ്ടന്റ് ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഞാൻ സ്ഥിരമായി കയറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ലൈവ് പ്രോഗ്രാം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്ക് ചെയ്തിരിക്കുക സാറിനെ, ക്യാഷ് കൊടുത്തിട്ട്. കാരണം അതിന്റെ ഉള്ളടക്കം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ധൈര്യസമയത്ത് ഞാൻ വിളിച്ചു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഒരു കിടിലൻ പരിപാടി ആക്കി തരും എന്നുള്ളത് സാറിന് നന്നായി അറിയാം. അപ്പൊ അതുകൊണ്ട് ഫ്രീ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് ആവശ്യം അവിടെ പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഒരു 200-250 പേരെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഗ്രാമില് ആ ഒരു കിടിലൻ പ്രൊഡക്റ്റ് എനിക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ആ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാനത് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഹരിദാസേട്ടൻ പറഞ്ഞൊക്കെ നടക്കും അനിത? ചുമ്മാ ഹരിദാസേട്ടന്റെ വിശ്വാസം മാത്രമാണോ? 100% ഫമീന. ശരി, അപ്പൊ സാറ് പൊളിയാണ്, സാറ് സംഭവമാണ്, സാറ് സൂപ്പറാണ്. നിൽക്കട്ടെ, ആദ്യം നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് സൂപ്പറാക്കണ്ടേ? നമ്മൾ സൂപ്പറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മുടെ കസ്റ്റമർ സൂപ്പർ ആവണം. ഇതിനൊക്കെ കാര്യമുണ്ട്. കസ്റ്റമർ, ഇനി അത് ഞാൻ പറഞ്ഞുതരാം. കസ്റ്റമർ എത്ര വിധം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? നമുക്ക് ന്യൂ കസ്റ്റമർ, പുതിയ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കും, പുതിയ കസ്റ്റമേഴ്സ്. 2, റിപ്പീറ്റഡ് കസ്റ്റമർ, നമ്മുടെ ഉള്ള കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കും. 3-മത്തത് നമ്മുടെ ക്ലയൻസ് ആണ്, സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് നിന്നാണ് വാങ്ങുക. 4-മത്തത് അഡ്വക്കേറ്റ്സ് ആണ്, നമുക്ക് വേണ്ടി നിന്ന് വാദിക്കും. ഹരിദാസേട്ടനൊക്കെ ചെയ്യണ പോലെ, ഫമീന പറഞ്ഞ പോലെ, പലരും പറഞ്ഞ പോലെ
ശ്രീ സാർ സൂപ്പറാ, ശ്രീ സാർ സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. 5ാമത് അംബാസഡേഴ്സ് ആണ്. അംബാസഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ സാർ ഇല്ല അവിടെ, ശ്രീ സാർക്ക് പകരം നിന്നിട്ട് ദേ ശ്രീ സാറിന്റെ മതി, അതാണ് ലാസ്റ്റ് എന്ന് പറയും. ഇങ്ങനെയുള്ള കസ്റ്റമറെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യലാണ് നിങ്ങളുടെ പണി. മാർക്കറ്റിങ്ങിൽ നിങ്ങളുടെ പണി അതാന്നേ. റെയിൽവേ സ്റ്റേഷനിലെ ഷോപ്പിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ ഇതിലോ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് കിട്ടുന്നതിന് കാരണം എന്താ അറിയോ? അവർ വൺ ടൈം കസ്റ്റമറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാ. സ്പ്രൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രൈറ്റിന്റെ പോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം നമ്മുടെ കയ്യിൽ തരും. കാരണം നമ്മൾ അവിടുന്ന് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും അവന് പ്രശ്നമൊന്നുമില്ല, അടുത്ത ആൾ വന്ന് വാങ്ങിക്കോളും, അവനറിയാം. ഒരു വൺ ടൈം കസ്റ്റമറാ. എന്നാൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിപ്പീറ്റഡ് കസ്റ്റമറാ, അഡ്വക്കേറ്റ്സാ അല്ലെങ്കിൽ ക്ലയൻസാ. സ്ഥിരമായിട്ട് അവിടുന്ന് മാത്രം കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ കടയിൽ പോയി ഒരു ചായ കുടിക്കണം. ഞാൻ പാലക്കാട്ട് നിന്ന് എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു 3 ഷോപ്പുണ്ട്. ആ 3 ഷോപ്പിൽ ഞാൻ നിർത്തും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനാണ്? അവിടുത്തെ സ്ഥിരം ക്ലയൻറ്റാണ് ഞാൻ. അതെന്താ, ബാക്കി കടകളിൽ ചായ കിട്ടൂലേ, ഇവിടത്തെക്കാട്ടും നല്ല ചായ കിട്ടൂലേ? അവിടെ ഞാൻ ചായ കുടിക്കുന്ന ആ ചേട്ടനോട്, അവിടെ ചേട്ടന്മാരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് 2 കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോരുള്ളൂ. ചായ കുടിക്കലല്ല അവിടെ പ്രധാനം, 2 കഥ പറച്ചിൽ കൂടിയാണ്. ദാറ്റ്സ് എ ഇമോഷൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് പുതിയ ടെക്സ്റ്റൈൽസുകൾ വന്നിട്ടുണ്ട്. സ്റ്റുഡിയോ, യൂസ്റ്റ, ഈസി ബൈ, ഇങ്ങനെ കുറേ വന്നിട്ടുണ്ട് ഇല്ലേ? എല്ലാം ഫോർമൽ ഡ്രസ്സുകൾ കൊടുക്കുന്നതാണോ കാഷ്വൽ കൊടുക്കുന്നതാണോ? എവരിത്തിങ് കാഷ്വൽ ഡ്രസ്സസാ അല്ലേ? എവരിത്തിങ്. പണ്ട് വസ്ത്രധാരണത്തിൽ ഒരാണ് ഒരു പരിപാടിക്ക് പോകുമ്പോൾ മാക്സിമം ഫോർമൽസ് ആയിട്ടാണ് ഇരിക്കുക. ഹരിദാസേട്ടനൊക്കെ ഇപ്പോഴും പോകുമ്പോൾ ഫോർമൽസ് ധരിച്ചിട്ടേ പോകുള്ളൂ. എന്നാൽ ഇന്നത്തെ പിള്ളേരോ പാൻറ്, കീറിയ പാൻറ്, പഴയ ബെൽ ബോട്ടം, ഷർട്ട്, ലൂസ് ഷർട്ട് അല്ലേ? ദേ ആർ കാഷ്വൽസ്. വൈ? 2020 ശേഷമുള്ള ഏറ്റവും വലിയ മാറ്റമാണ് വി ആർ മോർ ഇമോഷണൽ. വൈ ദ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് വിത്ത് കൊറിയൻ മൂവീസ്, കൊറിയൻ സീരീസ്? എന്തുകൊണ്ടാണ് ജൻസി തലമുറ ഏറ്റവും കൂടുതലായിട്ട് കൊറിയൻ മൂവീസ് കാണുന്നത്? എന്തുകൊണ്ടാണ്? യുനോ വൈ? നമ്മൾ ഈ കൂടുതൽ കുട്ടികളെ കുറ്റം പറയാറുണ്ടല്ലോ, ജൻസിക്കാരെ കുറ്റം പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ഇമോഷൻസിനെ കുറിച്ചിട്ട്, ഫ്രീഡത്തിനെ കുറിച്ചിട്ട്, ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന സീരീസിൽ ഏറ്റവും കൂടുതൽ കഥ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവിടെ വയലൻസും അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് റിലേഷൻഷിപ്പ്, ഇമോഷൻസ്, ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. കാഷ്വൽ ജീവിതങ്ങൾ അവിടെ, നോ ഫോർമാലിറ്റീസ്. വൈ പീപ്പിൾ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ വർക്ക് ഫ്രം ഹോം നൗ? എന്തുകൊണ്ടാണ്? ദേ വോണ്ട് കാഷ്വൽ ലൈഫ്. ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള ജീവിതം പറ്റില്ല. 9:30 മണിക്ക് കയറി വൈകുന്നേരം 5:30 മണിക്ക് വരെ. നോ, ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഇന്നത്തെ തലമുറയുടേതാ. അതുകൊണ്ട് അത് അറിഞ്ഞിട്ട് അവർക്കനുസരിച്ചിട്ട് ജോലി കൊടുക്കണം. എൻ്റെ എല്ലാ സ്റ്റാഫും വർക്ക് ഫ്രം ഹോമാ. എല്ലാ സ്റ്റാഫും വർക്ക് ഫ്രം ഹോമാ. എന്തുകൊണ്ടാണ്? അവർക്ക് അവരെ ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാം. അതുകൊണ്ട് രാത്രി 9:30 മണിക്കും സിമ്രാൻ അവിടെ ആക്റ്റീവാ, സിറാജ് ആക്റ്റീവാ, എല്ലാവരും ആക്റ്റീവാ. മറ്റേത് 5:30 മണിയാകുമ്പോൾ ബെല്ലടിക്കാൻ കാത്തിക്കണ പോലെ നിൽക്കും ബാഗും പിടിച്ചിട്ട്. പോട്ടെ സാറേ പോട്ടെ. രാത്രി 8:30 മണിക്ക് പരിപാടി വെച്ച് ഈ പണ്ടാരക്കാലിന് വേറെ പരിപാടിയൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യും. ഇതല്ല. അവരുടെ ഫ്രീഡത്തിനനുസരിച്ച്, അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു. നമ്മൾ ടോപ്പിക്ക് വിട്ടു പോയിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മുടെ അടുത്ത് എന്തുണ്ടോ എന്നുള്ളതല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ നിൽക്കും നിങ്ങൾ. താഹിറ അവർ നല്ല റേറ്റിലുള്ള സംഭവം എടുക്കുന്നുണ്ട്. ഈ താഹിറയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. താഹിറ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ലോ ക്വാളിറ്റിയിൽ ലോ പ്രൈസിൽ നിങ്ങൾ കൊടുത്തോളൂ. നിങ്ങളൊരു ഹൈ പ്രൈസിൽ ഒരു 2 പ്രൊഡക്റ്റ്, ഇതിക്ക് മേലെ 2 പ്രൊഡക്റ്റ് വെക്കുക. ഇപ്പൊ എത്ര റേറ്റ് താഹിറ? ഇപ്പൊ 35 ഡേയ്സിന് 1000 rupees ആണ് റേറ്റ്. 1000 രൂപയുള്ളൂ. നിങ്ങളൊരു അതെ. കാര്യം ചെയ്യ്, നാളെ 35 ഡേയ്സിന് 3500 rupees ഒരു പ്രൊഡക്റ്റ് വെക്കുക. ഓക്കെ. അതേപോലെ അടുത്തൊരു പ്രൊഡക്റ്റ് വെക്കി 35 ഡേയ്സിന്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക്, അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക്, അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക്. നിങ്ങൾ 3 മാസത്തേക്ക് നിങ്ങൾ 10,000 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വെക്കുക വെച്ചോ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു 3500 പ്രൊഡക്റ്റ് ചൂടപ്പം പോലെ വിറ്റ് പോകും. പക്ഷെ നമ്മുടെ ടീമിൽ ഓൾറെഡി ജോയിൻ ചെയ്ത ഒരുപാട് പേരില്ലേ, അതിനെന്താ? അവർക്ക് അതിനെന്താണ്? റേറ്റ് നിങ്ങൾ കൂട്ടാൻ 35 ദിവസത്തെ പ്രൊഡക്റ്റിനെ 35 ദിവസം കൊടുക്കുന്ന സാധനത്തിന്റെ മുകളിൽ കൊടുക്കപ്പാ. ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ ഇരിക്കുന്ന ബിജു സാർ എനിക്ക് തന്നിരിക്കുന്ന എത്ര രൂപ അറിയോ നിങ്ങൾക്ക്? 1.5 ലക്ഷം രൂപ എനിക്ക് തന്നിരിക്കുന്നത് ബിജു സാറ്.
ആ 1.5 ലക്ഷം ബിജു സാറ് പറയാണ്, അതെ ഞാൻ 1.5 ലക്ഷം തന്നല്ലേ ശ്രീജിത്ത്, എന്നിട്ട് എന്താ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഫ്രീ ആയിട്ട് കൊടുക്കുന്നതും ബിജു സാറിന് കൊടുക്കുന്നതും രണ്ട് സാധനമാണ്. ഈ പരിപാടി ബിജു സാറിന് ഫ്രീയാ, ഇതുപോലത്തെ പരിപാടിയൊക്കെ ബിജു സാറിന് ഫ്രീയാ. ബിജു സാർക്ക് കൊടുക്കുന്ന സർവീസ് പറയാ. ആസിഫ് ജിക്ക് എത്ര പ്രൊഡക്റ്റുകൾ ഉണ്ടാവും? ആസിഫ് ജി സോഷ്യൽ മീഡിയ മാത്രം കൊടുക്കുന്നുണ്ടാവും, SEO ബാക്കി ഫുൾ കൊടുക്കുന്നുണ്ടാവും. 4 പ്രോഡക്റ്റുകളുണ്ട്. 4 പ്രൊഡക്റ്റ് ഉണ്ട്. 4ാമത്തെ പ്രൊഡക്റ്റിന്റെ വില ഭയങ്കര വിലയായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ താഹിറ? ഈ 35 ദിവസത്തെ ആളുകളെ നിങ്ങൾ കൂടെ സെല് ചെയ്യണം. നമ്മൾ 35 ഓൾറെഡി അവർക്കൊക്കെ അത്യാവശ്യം നല്ല സർവീസാണ് കൊടുക്കുന്നത്. ഫുൾ എഫേർട്ട് എടുത്ത് പരമാവധി ആത്മാർത്ഥതയിലാണ്. പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നോട് വേദന തോന്നരുത്, ദേഷ്യം തോന്നരുത്, പറയൂ. വേണ്ട, പിന്നെ പറയാം കേട്ടോ. നേരിട്ട് കണക്ട് ചെയ്ത് ഞാൻ അതിന് ഉത്തരം പറഞ്ഞുതരാം. ചെയ്യേണ്ടത് തെറ്റാണ്. അതായത് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇപ്പം സാറിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നിലവിൽ ഞങ്ങളുടെ ടീമിന്റെ ഉള്ളിലുള്ള ഒരു 95% ആളുകളും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കും. അതായത് അത്രയും അവർ 95% അടുത്ത് നിങ്ങൾ എത്ര രൂപ അഡീഷണൽ മേടിക്കുന്നുണ്ട് ഇപ്പൊ? വാങ്ങുന്നില്ല, സെയിം എമൗണ്ട് ആണ്. ഞങ്ങൾ അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടാണ്, മീൻസ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് താഹിറ, ഈ പറയണ ഹരിദാസേട്ടന്റെ അടുത്ത് ഇനി ഞാൻ മേടിക്കും കാശ്. ഇങ്ങോട്ട് വിളിച്ച ഹരിദാസേട്ടൻ പറയും, ശ്രീ സാറെ വേറൊരു ട്രെയിനിങ് ഉണ്ട്, അതിന് ഞാൻ 25,000 രൂപ തരാം, 2 മണിക്കൂറെങ്കിലും വന്നിട്ടൊന്ന് ക്ലാസ് എടുത്തോ ചോദിക്കും. സാർ അതുപോലെയല്ല. ഒന്നാമത് എന്താ വെച്ചാൽ ഈ ഫിറ്റ്നസ് ഫീൽഡിലുള്ള ആളുകളൊക്കെ ലേഡീസ് ആണ്. അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഞാൻ പറയട്ടെ, 2,000 രൂപയുടെ ഒരു കല്യാണത്തിന് വേണ്ടി 4,000 ഒന്ന് കഴിയുമ്പോഴേ ഒരു കല്യാണത്തിന്റെ 4 മണിക്കൂറിന് വേണ്ടി 4,000, 5,000, 10,000 ഡ്രസ്സ് വാങ്ങുന്ന, 10,000 രൂപ കൊടുത്ത് ഡ്രസ്സ് വാങ്ങുന്ന ആളുകളാ സ്ത്രീകള്. നിങ്ങൾ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് പ്ലീസ്. നിങ്ങൾ വിചാരിക്കരുത്, യു ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ കസ്റ്റമർ. അവര് നിങ്ങളെ ചൂസ് ചെയ്യട്ടെ, നിങ്ങൾ കൊടുക്കങ്ങട്ട്. 1000 റുപ്പീസ് പറയുമ്പോഴേക്കും ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ. ഒരു 3 ആളുടെ പൈസ തരാമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ചെയ്യാം. ഇമ്രാൻ ഒന്ന് കണക്ട് ചെയ്ത് തരാം കേട്ടോ. ദിസ് ഈസ് കോൾഡ് മാർക്കറ്റിംഗ് ഡിയേഴ്സ്. ഹലോ. യെസ് മാം, എനിക്ക് കൂടുതൽ അറിയില്ല, എന്നിരുന്നാലും ഞാനൊരു ഈ ഒരു വിഷയത്തിലായിരുന്നു. കാരണം ഞാൻ തുടക്കത്തില് എൻ്റെ ഒരു ഇതേപോലെ ഒരു പ്രോബ്ലം പറഞ്ഞിരുന്ന സാറിൻ്റെ. അപ്പോ ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർക്ക് മുഴുവനും ഇത്രയും ഫെസിലിറ്റീസും മറ്റേ ക്വാളിറ്റിയും കൊടുത്തിട്ട് ഇത്രയും ചെറിയ രൂപ വാങ്ങിക്കുന്നതിനോട് അഭിപ്രായം ഞാൻ ഇതുപോലെ ആയിരുന്നു. പക്ഷെ എന്താ വെച്ചാല് നമ്മുടെ മൈൻഡ് സെറ്റ്, തോട്ട്, അല്ലെങ്കിൽ ആ കസ്റ്റമറോട് കൂടി കാണിക്കുന്ന ആ രീതി, നമ്മൾ വളരെ സത്യസന്ധമായ രീതിയിൽ കാണിക്കുന്നത് അതല്ല മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ്. നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഏണിംഗ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ 100% കൊടുക്കണം. അവരുടെ പെയിൻ പോയിന്റ് അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള, നമ്മൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറമുള്ള പേയ്മെന്റ് തരാൻ റെഡിയാണ്. ആ രീതി പറഞ്ഞു തന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീജിത്ത് KC. ആ രീതി, ആ വൈബ് മാറിയോടുകൂടി എൻ്റെ ലെവലും പിന്നെ എൻ്റെ തോട്ടും ബിസിനസ് ലെവലും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അത് ഞാൻ ഈ ഗ്രൂപ്പിൽ സാറിനെ എന്താ പറയാ അഡ്വക്കേറ്റായി പറഞ്ഞ അതൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പെയിൻ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഫീൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ തരികയാണ് നിങ്ങൾക്ക്. ആ സബ്ജക്ട് സാർ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മാറ്റുക. കാരണം ഈ പറഞ്ഞ 1000 അല്ല, നിങ്ങൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ 10,000 രൂപയിൽ എന്തോ ഉണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവർ ധരിക്കും. ആ സമയത്ത് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കണ്ടന്റ് മുഴുവൻ അവർക്ക് കൊടുക്കുക. അവിടെ കാണും നിങ്ങൾ വ്യത്യസ്തമായ, അപ്പൊ അവിടെ കാണും ഹൈലി അഡ്വക്കേറ്റ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നത് കാണാം. അപ്പോൾ ഉറപ്പായിട്ടും മറ്റുള്ളവരും ഈ 10,000-ലേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾ ഹൈലി റിച്ച് ആയി മാറും ഉറപ്പായിട്ടും. ഒരൊറ്റ കാര്യം ചെറുതായിട്ട് ഞാൻ സാർ പറയാ. അതായത് ഇവിടുത്തെ മൈൻഡ് സെറ്റ് നമ്മൾ ശ്രദ്ധിച്ചറിയാം. വഴിയിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കിട്ടുന്ന ചില പ്രോഡക്റ്റുകൾ വേണ്ടിയിട്ട് ആളുകൾ ബാർഗെയിൻ ചെയ്ത് ഭയങ്കരമായിട്ട് വില പേശി മേടിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേസമയം സൂപ്പർ മാളിലും അങ്ങനെയുള്ളത് നിന്നിട്ട് ഇഷ്ടംപോലെ കാശും കൊടുത്ത് ഇത് തന്നെ അതിനേക്കാളും നല്ല കാശ് കൊടുത്ത ആളുകൾ മേടിക്കും. ഇത് പല രീതിയിലുള്ള മൈൻഡ് സെറ്റാണ്. എന്റെ പൊന്ന ആസിഫ് ജി, മോയ്സ്ചർ ഇല്ലേ, സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പോട്ടെ, സ്ത്രീകൾ പിന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് വെക്കുക. ഈ പറഞ്ഞ ഞാനിതാ 1,500 രൂപ കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങി വെച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സാധനം എൻ്റെ കയ്യിലേക്ക് വരും. തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ആണുങ്ങൾ വരെ പൈസ ചെലവാക്കാൻ തയ്യാറാ.
അല്ല അതെന്താന്ന് വെച്ചാ ആവശ്യക്കാര് പൈസ ചെലവാക്കും. അതെ. പൈസ നോക്കി വരുന്നവർ ആവശ്യക്കാരായിരിക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ താഹിറ, ഞാൻ താഹിറ കുറ്റം പറയല്ല കേട്ടോ. യു ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് വേണ്ടി ഇല്ല എല്ലാം സംസാരിക്കുകയാണ് ഞാൻ. ഇതാണ് ഞങ്ങൾ ഇങ്ങനത്തെ ബിസിനസ് ഗ്രൂപ്പുകളിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം അതാണ്. നിങ്ങൾ ലോ പ്രൈസ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ കച്ചവടം മോശം. ഹൈ പ്രൈസ് ആയുള്ള ഗുണം എന്താ അറിയോ? 10 പേര് കൺവേർട്ട് ആയാലും നിങ്ങൾ ലാഭത്തിലാവും. 10 പേര് അതെ. കൺവേർട്ട് ആയാലും മറ്റേത് 100 പേര് കൺവേർട്ട് ആവണം. അപ്പം നിങ്ങൾ ബുദ്ധിമുട്ടും. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ലോ പ്രൈസ് ആയ നിങ്ങൾക്ക് എല്ലാ ക്വാളിറ്റിയും എല്ലാ ടൈമിലും സർവീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രൈസ് ഭയങ്കര കൺസേൺ ആയിരിക്കും. മറിച്ച് ഹൈ പ്രൈസ് ആണല്ലോ, നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല. ശരിയാണോ? ശരിയാണ്. യെസ്. ഞങ്ങളത് എപ്പോഴും ഡിസ്കസ് ചെയ്യും. ഞങ്ങളൊരു ടീമാ പറഞ്ഞല്ലോ, ഞങ്ങളത് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ടീമിനോട് ഡിസ്കസ് ചില ചെയ്യുക. ടീമുകള് ഈ സെയിം ഞങ്ങൾ കൊടുക്കുന്ന സർവീസിന്റെ പകുതി പോലും ഇല്ല, പക്ഷെ അവർക്കൊക്കെ 10,000-ങ്ങളാണ് ചാർജ് ഒരു ഞാൻ മാസത്തെ. ഒരാളെ കൂടി പരിചയപ്പെടുത്തരാം. ഒരൊറ്റ ആളെ കൂടി പരിചയപ്പെടുത്തരാം. എനിക്ക് തരുന്ന പൈസ അധികമാവുമോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, 3 ആള് കൂടി ഇടിയുണ്ടാക്കി. അതിൽ ഒരാൾക്ക് എന്നെ ഓക്കെ ആയതുകൊണ്ട് അവർ വന്ന്, ഞാൻ ബാംഗ്ലൂർ ഞങ്ങളുടെ അടുത്ത് അജിത്തെ ഒന്ന് സംസാരിച്ചേ, അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാം. 10 മണിക്ക് നിർത്തും കേട്ടോ. യെസ്, പറയും. ഞാൻ സാറിന് അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞങ്ങൾ സാറിനെ കോൺടാക്ട് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്ന വാട്സപ്പിലൂടെ ബിസിനസ്സുകാരെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. സോ നമുക്ക് സ്ട്രഗ്ലിംഗ് സ്റ്റേജ് വന്നപ്പോൾ നമ്മൾ സാറിന് ഞാനാണ് അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് കണക്ട് ചെയ്തു. നമുക്ക് സാറ് ബാംഗ്ലൂർ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ എന്ന് പറഞ്ഞു. എന്റെ പാർട്ട്നേഴ്സോട് സംസാരിച്ചപ്പോൾ അവരെ എടുക്കുന്നില്ലായിരുന്നു. രണ്ടുപേരും സമ്മതിക്കുന്നില്ലായിരുന്നു. എന്തിനാണ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കൊടുക്കുന്നത് എന്നുള്ള സാധനമായിരുന്നു. നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ലോ എന്നുള്ള സാധനങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്ന ഡിസ്കഷൻ. ഞാൻ ഒരു വിധത്തില് എന്റെ പാർട്ട്നേഴ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സാറിനെ കൊണ്ടേ കാണിച്ചു. ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞങ്ങളൊരു 2-2.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. ആ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ 3 ആളുടെ മൈൻഡ് സെറ്റ് മാറ്റി സാറ് ബേസിക്കലി. ഞാൻ ആദ്യം പറഞ്ഞ എന്താണെന്ന് നിങ്ങളെ റേറ്റ് കൂട്ടണം എന്നാ. അതെ. ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടണം. ആ റേറ്റ് കൂട്ടുക മാത്രമല്ല, അതുവരെ നടന്ന, അതായത് എന്നെ കണ്ട ആ മാസത്തിൽ, എനിക്ക് തോന്നുന്നു 2-3 വർഷമായി ബിസിനസ് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത ആ മാസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയോ, അതുവരെ എല്ലാ കസ്റ്റമേഴ്സോടും ഇരുന്ന് സംസാരിച്ച് 1 മാസത്തെ 2 മാസം സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പല റേറ്റ് കുറച്ച് കൊടുത്തിട്ട് ഇവരുടെ തെറിയും പ്രശ്നങ്ങളും ഇഷ്യൂസും മുഴുവൻ കേൾക്കുന്നതിന് പകരം മന്ത്ലി ഇല്ലതിന് പകരം ഇയർലി ചാർജ് മേടിച്ചു, കൂടുതൽ പൈസ മേടിക്കാൻ തുടങ്ങി, കൂടുതൽ കോൺഫിഡൻസോട് സംസാരിക്കാൻ തുടങ്ങി. 5 പേർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 10 പേർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 5 പേർക്ക് കൊടുക്കുമ്പോൾ തന്നെ പഴയ റേറ്റിലേക്ക് വന്നു. പക്ഷെ 10 പേർക്ക് കൊടുത്തുകൊണ്ടിരുന്നു, വില റേറ്റ് കൂടി, ക്വാളിറ്റി കൊടുക്കാൻ പറ്റി. ഇന്നിപ്പോൾ ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വിളി വരും. ഈ പറയുന്ന ഏറ്റവും കൂടുതൽ തീർത്തവൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ, മിസ്റ്റർ ആൽബിൻ വിളിച്ചുകൊണ്ടിരിക്കുക. എന്നാ വരണ്ടേ, ബാംഗ്ലൂർക്ക് വരണ്ടേ, അവിടെ ഇരുന്നാൽ മതിയെന്നാ ചോദിച്ചിട്ടാണ് വിളിക്കണേ. അത്രേ ഉള്ളൂ. ഇത് പ്യുവർ എന്തറിയോ, ഇറ്റ്സ് എവരിത്തിങ് ഓൺ ദ മൈൻഡ് സെറ്റ്. ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് റേറ്റ് കുറച്ച് കൊടുത്താൽ, താഹിറയ്ക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്നത്, ഇവിടെ വില കുറച്ച് വിറ്റിട്ട് കച്ചവടമില്ല എന്ന് പറഞ്ഞിട്ട് ദാരിദ്ര്യത്തിൽ പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ 10, 50, 55, 60 പേരിൽ ഇത്രയും ആളുകളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താഹിറ ഒരു സൂചന മാത്രമാണ്, ഒരു എക്സാമ്പിൾ മാത്രമാണ്. പ്ലീസ് ചേഞ്ച് യുവർ പ്രൈസ്. കാരണം ആളുകൾക്കിഷ്ടം ക്വാളിറ്റി അല്ല, അവർക്കിഷ്ടം റിസൾട്ടാണ്. They don't bother about the quality, they bother the result. Seriously. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞെടുത്താൽ, ഇതിൽ വളരെ സിമ്പിളാണ്. ഇതിൽ എന്തുകൊണ്ടറിയോ പലപ്പോഴും മാർക്കറ്റിംഗ് പരാജയപ്പെടുന്നത്? നമുക്ക് ഒരൊറ്റ ലെവൽ ഓഫ് മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രം, അല്ലെങ്കിൽ നമുക്ക് റെഫറൻസ് മാത്രം. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഒരു ടേബിളിന്, ഒരു മേശയ്ക്ക്, ഒരു കസേരയ്ക്ക് 4 കാലുള്ളത് പോലെ യു മസ്റ്റ് ഹാവ് 4 പില്ലർ മാർക്കറ്റിംഗ്. 4 ടൈപ്പ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം. അതെങ്ങനെ വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനാണ് നിങ്ങൾ, അതുകൊണ്ട് ഗുണം എന്താ അറിയോ? ഏത് മാസത്തിലാണ് ആസിഫ് ജി? എനിക്ക് തോന്നുന്നു അജിത്തെ ഡിസംബർ മാസത്തിലല്ലേ ഇൻസ്റ്റാഗ്രാം മൊത്തത്തിൽ ക്രാഷ് ആയത്, ഭയങ്കര ബുദ്ധിമുട്ടായത്. നവംബർ ഡിസംബർ കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ ലീഡ് കിട്ടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എത്രയോ കമ്പനികളുടെ ബിസിനസ് ഭയങ്കര ഡൗൺ ആയി.
എനിക്ക് തോന്നുന്നു ആ മാസത്തിലാണ് അജിത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്തത് അല്ലേ? നവംബറിലല്ലേ ചെയ്തത്? അതെ 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 അതെ. എന്തുകൊണ്ടാണ് അജിത്തിന് നവംബർ ഡിസംബറിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഡിസംബർ എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ്. അജിത്തിന് ഏറ്റവും കൂടുതൽ റെഫറൻസ് കിട്ടിയത് ആ മാസമാണ്. കാരണം അജിത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെമ്പറായിരുന്നു. അജിത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ആളുകൾ ഒരുപാട് പേര് വാങ്ങി. കാരണം എന്താ? വാട്സപ്പ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും വാട്സപ്പ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. 10 മെസ്സേജ് 25 മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ബ്ലോക്ക് ആവുക. ആ സമയത്ത് ഒരൊറ്റ സെക്കൻഡിൽ എനിക്ക് തോന്നുന്നു 8 മണിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വന്നല്ലോ, എൻ്റെ ലിങ്ക് വന്നില്ലേ ഡയറക്റ്റ് നിങ്ങളുടെ മെസ്സേജിൽ? രജിസ്റ്റർ ചെയ്ത മിക്കവാറും പേർക്ക് വന്നില്ലേ? മിക്കവാറും എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും ഇല്ലേ? എന്തുകൊണ്ടാ? ഞാനിരുന്ന് അയക്കുന്നുണ്ട്. ഈ 10, 100, 150 പേർക്ക് അയക്കുമോ? ഞാൻ അയക്കുന്നില്ല. ഇറ്റ്സ് എവറിത്തിങ് ഓൺ ദ വാട്സപ്പ് സൈഡ്. അത് അജിത്തിന്റെ ടീമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള മാർക്കറ്റിംഗ്, ഒരുപാട് മാർക്കറ്റിംഗ് സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 പില്ലർ സ്ട്രാറ്റജി. ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ട് പാളിക്കഴിഞ്ഞാൽ പോലും മറ്റേത് 3 കൂടി നിങ്ങളെ താങ്ങി നിർത്തും. ഒരു മാസം ബിസിനസ് ഡൗൺ ആവില്ല. എന്താണെന്നറിയോ? ഒരു ഇതിൽ താങ്ങി നിൽക്കുമ്പോൾ, ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ കാലിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കയ്യിൽ നിന്ന് പോകും. സോ മേക്ക് ഇറ്റ് 4 പില്ലർ മാർക്കറ്റിംഗ്. ഞാനതിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്. എൻ്റെ ക്ലയൻസിന് എല്ലാവർക്കും ഞാൻ 4 പില്ലർ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം. നിർബന്ധമായിട്ട് അത് വർക്കൗട്ട് ചെയ്യണം. ഒരു സ്ട്രാറ്റജിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ പറയും. അനിത നിങ്ങൾ ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരിക്കണം, ഡിജിറ്റൽ മാർക്കറ്റ് ഉണ്ടായിരിക്കണം, റെഫറൻസ് ഉണ്ടായിരിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കണം. എന്നാലേ പുതിയ ലീഡുകൾ വരുള്ളൂ. ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ കയ്യിൽ നിന്ന് പോകും. പലരും പറ്റുന്നറിയോ? റെഫറൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. യു വിൽ ബി ഗെറ്റ് ഫെയിൽ. എന്റെ പ്രശ്നം അതാണ് സാറേ. എന്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അത്ര അങ്ങോട്ടേക്ക് വശം പോരാ. വാട്സപ്പ് ഓക്കെയാണ്, പക്ഷെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിന്റെ നോളജ് എനിക്ക് ഇല്ലേ ഇല്ല. ഫേസ്ബുക്ക് പിന്നെയും വലിയ പ്രശ്നമില്ലാതെ പോവാം. പക്ഷെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം സന്ധ്യശേഷിയായിട്ട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സോഷ്യൽ മീഡിയ അങ്ങോട്ടേക്ക് മാർക്കറ്റിംഗ് ആണ് എന്റെ ഒരു ഇപ്പോഴും ഓക്കെ ആവാത്തൊരു കാര്യം. ഒരാളോട് നേരിട്ട് സംസാരിക്കാം, നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാൻ ആളെ കൺവിൻസ് ചെയ്യിപ്പിക്കാം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് എനിക്ക് ഭയങ്കര വീക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ഞാൻ സാറിന്റെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോ ചാടി കയറിയത്. ഇനിയും കുറെ ഇമ്പ്രൂവ് അതിന്റെ അകത്ത് ചെയ്യാനുണ്ട് എനിക്ക്. കുറെ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ സർ? അമീന പറയുന്നു. ആക്ച്വലി ഞാൻ 3 days ആയിട്ട് നമ്മുടെ വേദാന്ത നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത ഹോട്ടലില് ട്രെയിനിങ്ങിലായിരുന്നു. അത് ഗവൺമെന്റ് ആണ് നമുക്ക് തന്നത്. AI ട്രെയിനിങ് ആയിരുന്നു, ഫ്രീ ട്രെയിനിങ് ആയിരുന്നു. അവിടെ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഒരു AI യൂസ് ചെയ്ത് ChatGPT യൂസ് ചെയ്യുന്നത് വരെ നമുക്ക് തരുന്നുണ്ട്. ആക്ച്വലി നമ്മളെപ്പോലുള്ളവർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഫമീന ഞാൻ പറയാൻ വരുമായിരുന്നു ലാസ്റ്റില്. ഞാൻ ഇന്ന് വരെ എൻ്റെ മാർക്കറ്റിങ്ങിന് ഈ ഒരു പ്രോഗ്രാം ഇന്ന് വരെ മാർക്കറ്റിങ്ങിന് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാനൊരു ഡിസൈനറെ പോലും ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ പോസ്റ്റർ മുതൽ ഞാൻ AI കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കാണിച്ചു തന്നാലേ പറയുന്നതിലേ അർത്ഥമുള്ളൂ. എൻ്റെ ഫിഗർ പോലും ഞാൻ ChatGPTയും AI മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആളാണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. തന്തവൈബ് കളഞ്ഞാൽ മതി. അത് വയസ്സിലല്ല, നമ്മൾ എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് ഞാൻ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഇത് AI ക്രിയേറ്റ് ചെയ്തതാണ്. ഞാനും ഈ ഷെബിനും കൂടെ ചേർന്നാണ് നടത്തുന്നത്. ഷെബിൻ CRM സൈഡ് അത് AI ഉണ്ടാക്കിയെടുത്താണ് ഈ കംപ്ലീറ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് പോസ്റ്റ്. കറക്റ്റ്. നമ്മൾ വിചാരിക്കുന്നത് തന്ത്രവൈബ് എനിക്ക് തോന്നുന്നു കുറവാന്ന് തോന്നുന്നു. കാരണം ഏകദേശം ഞങ്ങൾ ഒരു 70 പേരുണ്ടായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നു പ്രായമായ ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 50% അല്ലെ ഒരു 70%ഓളം അത്യാവശ്യം പ്രായമുള്ളവർ അവിടെ വന്നത്, അവർക്ക് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഇത് ആക്ച്വലി ഗവൺമെന്റ് മന്ത്ലി നടത്തുന്ന ഒരു പ്രോഗ്രാം. ഗവൺമെന്റ് ഒരുപാട് ഞാനൊരു എതിർപ്പുള്ള ആളാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഗവൺമെന്റ് ഒരുപാട് പ്രോഗ്രാംസുകൾ പ്രൊഫഷണൽസിനെ വെച്ച് ചെയ്യുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്താൽ തന്നെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം, എൻ്റെ എതിർപ്പുള്ള കാര്യം അത് ഞാൻ പറയാം. ചില ഉദ്യോഗസ്ഥന്മാർ, അതായത് ഇതിനെക്കുറിച്ച് ബിസിനസ്സിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ടാൻ പറയാതെ അവരുടെ ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പുഷ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അത് നല്ലതാന്ന് പറയും. ശരിക്കും നല്ലതാവും. മാർക്കറ്റിംഗ് ഒരു വരി പോലും പഠിപ്പിക്കാണ്ട് പ്രൊഡക്ഷൻ തുടങ്ങിക്കോളൂ, അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ പറഞ്ഞ് എത്രയോ പേരെ കുടുക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. അല്ല സാർ, ഇത് ആക്ച്വലി ഈ ഒരു കോഴ്സുകൾ ചെയ്യുന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള കീഴാണ്. ഓക്കെ. അല്ല ഞാൻ പറഞ്ഞത് എന്താ പറയുക, പല ഈ പറഞ്ഞ പോലെ ഫമീന പറഞ്ഞ പോലെ ഒരുപാട് ഗവൺമെന്റ്. നിങ്ങൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ബിസിനസ്സിൽ മാർക്കറ്റിംഗ് ഇല്ലാണ്ട് ഒരടി മുന്നോട്ട് പോകില്ല.
ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എത്ര എഗ്രിമെന്റ് പേപ്പറിന്റെ എത്ര പേപ്പറിന്റെ വെച്ച അഗ്രിമെന്റ് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു മാർക്കറ്റിംഗ്, പ്ലീസ്, ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ്, 100% ഇൻവെസ്റ്റ്മെന്റാണ്. അത് നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു, അത് എങ്ങനെ നിങ്ങളുടെ പൊസിഷൻ ചെയ്യുന്നു, വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം, കൺവിൻസ് ചെയ്യലല്ല, കസ്റ്റമറെ കൺവിൻസ് ചെയ്യലല്ല മാർക്കറ്റിംഗ്. കസ്റ്റമർക്ക് ഫീൽ ചെയ്യണം, ഈ സാധനം എനിക്കുള്ളതാണ്, ദിസ് ഈസ് സംതിങ് ഫോർ മീ, ദർ ഈസ് സംതിങ് എക്സ്ട്രാ ഫോർ മീ എന്ന് ഫീൽ ചെയ്യിപ്പിക്കലാണ് മാർക്കറ്റിംഗ്. നിങ്ങളുടെ മാർക്കറ്റിംഗ് ഫോർമുല എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വി ഹെൽപ്പ് ഹൂ, ഞാൻ ആരെ സഹായിക്കണം, അവരുടെ എന്ത് പ്രശ്നം സോൾവ് ചെയ്യണം, അവർക്ക് എന്ത് റിസൾട്ട് ഉണ്ടാക്കണം, അതെങ്ങനെ ഉണ്ടാക്കണം, ഇത്രേ ഉള്ളൂ. വി ഹെൽപ്പ് ഹൂ ടു സോൾവ് വാട്ട് പ്രോബ്ലം ബൈ യൂസിങ് ഹൗ സോ ദാറ്റ് വാട്ട് റിസൾട്ട്, അത്രേ ഉള്ളൂ. സോ സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ 12, 1 മണി, 2 മണി ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷേ എനിക്കറിയാം ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ കൊഴിഞ്ഞു വീഴും ഒക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് നാളെ ഏറ്റവും നിങ്ങളുടെ വലിയ തലവേദന നമ്മൾ സംസാരിക്കും. മാർക്കറ്റിങ്ങിനേക്കാൾ വലിയ തലവേദന അത് സെയിൽസാണ്. കാശ് മേടിക്കുന്ന പരിപാടി നാളെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒക്കെ സംസാരിക്കാം, പക്ഷെ കാശ് കയ്യിലില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതെങ്ങനെയാണ് മേടിക്കേണ്ടത് എന്നുള്ളത് നാളെ പറഞ്ഞു തരാം. നാളെ സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങളുള്ളവർ ധൈര്യമായിട്ട് ഇങ്ങ് പോരെ, നമുക്ക് സോൾവ് ചെയ്യാം. ഏത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ തരാൻ ശ്രീജിത്ത് കേസിക്ക് പറ്റിയില്ലെങ്കിലും ശ്രീജിത്ത് കേസിന്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കത് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണെന്നുള്ള സിനിമാ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഡെഫിനറ്റ്ലി ധൈര്യമായിട്ട് പോരെ, കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അടുത്ത 3 ദിവസത്തിനുള്ളിൽ സെറ്റാക്കണം. കച്ചവടം എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം. കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ചോദ്യങ്ങൾ പോരട്ടെ, ഫീഡ്ബാക്സ് പോരട്ടെ. ധൈര്യമായിട്ട് ചോദിക്കപ്പാ. ഒരു കച്ചവടക്കാരൻ ചോദിക്കാനുള്ള ധൈര്യമുള്ള ആളായിരിക്കണം. അവൻ ചോദ്യങ്ങൾ ചോദിക്കുന്നവനായിരിക്കണം. ഹലോ സാറേ, യെസ് സഹദ്. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. പറഞ്ഞു. നമസ്കാരം. എന്റെ സംശയം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഫാനിന്റെ ഷോപ്പാണ് ഞാൻ റൺ ചെയ്യുന്നത്. BLDC ഫാനുകൾ, BLDC ഫാനുകൾ. പിന്നെ അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെയാണ് എല്ലാം 2 ആൾക്കാർ ഫാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് താൽക്കാലികമായിട്ട്. ഈ കണക്കുകൾ കറക്റ്റ് എനിക്ക് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ കഴിയണം, എത്ര നോക്കിയിട്ടും. അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്കത് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഈ കണക്കും കാര്യങ്ങളും ബാക്കിലേക്ക് വെക്കും. അവസാനം അതൊന്നും എല്ലാം കൂടി ഒന്നിച്ച് വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം വരും. അപ്പൊ ഇതിന്റെ ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണെന്നുള്ള അത് ഒരു വലിയ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അളക്കാൻ അറിയില്ലെങ്കിൽ വളർത്താൻ പറ്റൂല. നമ്മുടെ ഡാറ്റയും നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം സഹദേ. അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവനവൻ അറിയില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളെ ഏൽപ്പിക്കണം. സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്പർ ഞാൻ എൻ്റെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, കണക്ട് ചെയ്യ്, സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. പോരെ? ശരി, നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. യെസ് ഷെബിൻ, പറയൂ ഷെബിൻ. സാർ, നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ B2B ആണ് ചെയ്യുന്നത്. CRM സോഫ്റ്റ്വെയർ ആണ്, ഞങ്ങൾ CRM സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ കൂടുതലും ലിങ്ക്ഡിനും അങ്ങനത്തെ ഒരു ചാനലുകളിലായിരിക്കാനുള്ള സാധ്യത കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊന്നും അധികം ആക്ടിവിറ്റി ചെയ്യാറില്ല. പക്ഷെ അതുകൊണ്ട് പലപ്പോഴും അതൊരു ശരിയായ മെത്തേഡ് ആണോ, റോങ് ആണോ, റൈറ്റ് ആണോ എന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ ഇല്ല. അതിനെപ്പറ്റി ഒന്ന് പറയാവോ? അതായത് B2B നിങ്ങളുടെ കസ്റ്റമറുടെ സ്വഭാവം പറയും. എന്താ പ്രൊഡക്റ്റ് എന്താ? ഞങ്ങൾ CRM സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. CRM സെയിൽസ് മാർക്കറ്റിംഗിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളാണ് ചെയ്യുന്നത്. ERP ഉണ്ട്. വാങ്ങുന്നത് B2B ബിസിനസ് ഓണേഴ്സ് ആണോ? ബിസിനസ് ഓണേഴ്സ് ആണ് മേടിക്കുന്നത്. ആരാണ് അതിൽ ഡിസിഷൻ മേക്കേഴ്സ്? ബിസിനസ് ഓണേഴ്സ് ആണോ, ബിസിനസ് ഓണേഴ്സിന്റെ മാനേജേഴ്സ് ആണോ? 2 രീതിയിലും വരും. ബിസിനസ് ഓണേഴ്സ് ആണ് സൈൻ ചെയ്യുന്നത്. പക്ഷെ അത് ചിലപ്പം ബിസിനസ് മാനേജേഴ്സ്, എല്ലാ കേസിലും അല്ല, മോസ്റ്റ്ലി ഒരു 80% ബിസിനസ് ഓണർ ആയിരിക്കും. ഒരു കോസ്റ്റ് എത്ര വരുന്നുണ്ട് ഏകദേശം? ഡിപ്പെൻഡിങ് ആണ്. അത് അവർക്ക് എന്തൊക്കെ വേണ്ടെന്നുള്ള ഒരു 2 lakh to 10 lakh ഒക്കെ വരുന്ന വേരിയിങ് ആണ് വരുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ഉത്തരയിൽ പറഞ്ഞുതരാൻ പറ്റും ആസിഫ് ജിക്ക്. ആസിഫ് ജി,
ഹലോ. ആ ആ ഞങ്ങൾ കണക്റ്റഡ് ആണ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ നിങ്ങൾ അങ്ങനെയുള്ളതിലൊക്കെ രണ്ടും ഒരു ടീമല്ലേ? അതെ ആ അതെ അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഈ ഷെബിജിക്ക് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് സപ്പോർട്ടും അതേപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ടൈപ്പ് BNA മെമ്പറാണ്. അപ്പൊ ഞങ്ങള് ടൈപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ഞാൻ മെയിൻ എന്താ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ വളരെ സിമ്പിളാണ്. ഇതൊരു ട്രസ്റ്റ് മേക്കിംഗ് പ്രോസസ്സ് ആണെങ്കിൽ നിങ്ങൾ, കാരണം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ കൂടിയാണ് ബിസിനസ് ഓണേഴ്സ്. അവർ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എവിടെയും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് കോൺസെപ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് ഒരിക്കലും ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലീഡ് കൺവേർട്ട് ആവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ കൺവേർട്ട് ആവുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അവയർനെസ് ആഡുകൾ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ അവയർനെസ്സിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് കിടക്കുന്ന ഓർഗാനിക് ലീഡുകൾ, മീൻസ് ഓർഗാനിക് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് യു മേ ബി ഗെറ്റിംഗ് ഒരു ബ്രാൻഡിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബ്രാൻഡിങ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. അതെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റ്, എനിക്കൊരു ERP വേണം അല്ലെങ്കിൽ ഒരു സോഷ്യൽ CRM വേണമെന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത്, ഞാൻ നിങ്ങളെ ലിങ്ക്ഡിനിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ലിങ്ക്ഡിൻ സംഭവം ശരിയായിരിക്കാം, ഞാൻ ലിങ്ക്ഡിനിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ ഈ പറയുന്ന ക്വാളിറ്റിയുള്ള ആളുകൾ അവിടെ ഉണ്ടാവുക. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ അവിടെയും കണ്ടിട്ടുണ്ട് ഇവിടെയും കണ്ടിട്ടുണ്ടെന്ന് വരുമ്പോൾ, ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, ലിങ്ക്ഡിൻ മാത്രമല്ല. അപ്പോൾ അവിടെ രണ്ട് ഭാഗത്തും കണക്ട് ആകുമ്പോൾ ഓക്കെ. ഇനി മൂന്നാമത്തത് ഡെഫിനറ്റ്ലി ഗൂഗിൾ ആഡ്സുകൾ നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് ഉപയോഗിക്കാം. ഗൂഗിൾ ആഡ്സുകളും, കാരണം അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവൻ ഗൂഗിൾ ആഡിനെ മീൻസ് ഗൂഗിളിനെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സാറേ ഇതിനകത്ത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ചോദിക്കാവോ? ചോദിച്ചോ ധൈര്യമായിട്ട്. അതെ, ബേസിക്കലി വേറെ കാര്യം, ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം. കഥ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തന്നെ നിൽക്കാട്ടോ. പറഞ്ഞു. ഗൂഗിൾ ആഡ് നമുക്ക് കുറച്ച് ഇക്കണോമിക്കൽ, അത് ഇക്കണോമിക്കൽ അല്ല. കാരണം അതൊക്കെ നമുക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത് ലാർജ് പ്രോഡക്റ്റ് ഓണേഴ്സ് ആണ്. ഇപ്പൊ സെയിൽസ് ഫോഴ്സ്, സോഹോ അങ്ങനെയുള്ളവരൊക്കെയാണ്. അപ്പൊ അവരുടെ അടുത്ത് പോയി നമ്മൾ കീവേഡ് ഇട്ട് കഴിഞ്ഞാൽ പൈസ കളയാന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാറില്ല. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ദാറ്റ്സ് എ സ്ട്രാറ്റജി മാൻ. അത് നിങ്ങൾ എങ്ങനെ സ്ട്രാറ്റജി, ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതെ. അപ്പോൾ അത് ആലോചിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ആഡ്സ് എക്കണോമിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. ബേസിക്കലി എത്രത്തോളം ഡെവലപ്പ് ആവുന്നുള്ള. പിന്നെ ഇതിൽ വളരെ സിമ്പിളാണ്. ഇത് നടക്കുന്നത് മാക്സിമം റെഫറൻസിലാണ് മോസ്റ്റ്ലി. അപ്പോൾ റെഫറൻസിനെ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ കമ്മ്യൂണിറ്റികൾ, അങ്ങനത്തെ ഏജ്, എന്താ പറയുക, ഹയർ ലെവലായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ കണക്ട് ആവണം. ഓക്കെ. അത് നോട്ട് ദ BNA ഓൾസോ. BNA പോലും പോരാ, അതിന് മുകളിലുള്ള വലിയ ടീംസുകളോട്ട് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ്. മനസ്സിലായി സാർ. ഞങ്ങൾ കൂടുതലും ഇപ്പം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആക്ടിവിറ്റി കോൾഡ് ഇമെയിലും കോൾഡ് കോളും ആണ്. അത് പക്ഷെ കോൾഡ് കോളിന് അത്ര ഒരു ട്രസ്റ്റ് ഫാക്ടർ, ഇപ്പൊ സാറ് പറഞ്ഞ ആ ഫാക്ടർ ഭയങ്കരമായിട്ട് ഉണ്ട്. കോൾഡ് കോള് റിജക്ഷൻ കൂടും. റിജക്ഷൻ കൂടുന്നു ഭയങ്കര പറഞ്ഞു റിജക്ഷൻ. ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ അങ്ങ് ചൂസ് ചെയ്യില്ല. കോൾഡ് പറ്റൂല. നിങ്ങൾ ഒരു വാം ആയിട്ടുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജസ്റ്റ് ഇട്ടിട്ട് അതിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഓക്കെ. ഞങ്ങള് കറക്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ് പ്രൊഫൈലിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ അവർക്കറിയാം, വളരെ കണക്ട് ആ ഒരു ഡെമോയ്ക്ക് വരും, ഡിസ്കഷൻ വരും, എല്ലാം വരും, പക്ഷെ ക്ലോസ് ആവൂല. അതാണ് പ്രോബ്ലം. ട്രസ്റ്റിന്റെ പ്രശ്നം അവിടെ. ട്രസ്റ്റ് പ്രശ്നമാണല്ലേ? അതിന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഈ 4 പില്ലർ സ്ട്രാറ്റജി നിങ്ങൾ, ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 മാർക്കറ്റിങ്ങും പോകുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ബാക്ക് നമുക്ക് കിട്ടും. മേ ബി ഒരു പേഴ്സൺ ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ആഡ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ വെബിനാർസ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം. ആ സപ്പോർട്ടുകൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് താല്പര്യം കൂടുകയും ആ ട്രസ്റ്റ് കൺവേർട്ട് ആവാൻ ചാൻസ്. അത് മാത്രമല്ല, അതിൽ റെഫറൻസുകൾ കൂടി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആസിഫ് ജിയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു നല്ല ട്രെയിനർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഫ് ജി സജസ്റ്റ് ചെയ്യുന്ന ഒരു പേര് എൻ്റെതാവാം. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ ഒരു പേര് എൻ്റെതാവാം.
പക്ഷേ എൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ മേ ബി പ്രേമാദേവിയോ അല്ലെങ്കിൽ വേറെ ഒരാളോ കാണുന്ന സമയത്ത് നേരിട്ടിട്ട് ചിലപ്പോൾ അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ ആസിഫ് ജി പറയുകയാണ് എങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന റെഫറൻസ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടാണല്ലോ ഷെബിൻ ഇപ്പൊ ഇതിലേക്ക് വന്നത്. അതെ അതെ ഞാൻ അതെ ഇന്നലെ അതെ ലിങ്ക് അയച്ചു കൊടുന്ന് കയറുമെന്ന് പറഞ്ഞ് ഷെബിൻ ഇന്ന് വന്നത്. ആസിഫ്ജി അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ ഇപ്പം ഇവിടെ അത്രേ ഉള്ളൂ. വന്നത്. ഷെബിൻ എൻ്റെ അഡ്വർടൈസ്മെന്റ് കണ്ട് ചിലപ്പോൾ കയറണമെന്നില്ല, കണ്ടിട്ടേ ഇല്ല, ഉണ്ടാവില്ല. ഞാൻ ആള് പറഞ്ഞുകൊണ്ട് മാത്രമാ. കറക്റ്റ്, മനസ്സിലായി. തന്നെയാണ് അതിൻ്റെ കാര്യം. ഓക്കെ സാർ, യെസ്, താങ്ക് യു. താങ്ക് എനി യു. മോർ ക്വസ്റ്റ്യൻസ് എനിബഡി? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമയം 10:05. നാളെ വൈകിട്ട് 8:30 മണിക്ക് നമ്മൾ മറക്കണ്ട. സന്തോഷ് ചോദിക്കാൻ. സാറേ, എൻ്റെ പേര് സന്തോഷ് കുമാർ. ഞാൻ ആക്ച്വലി ലൈഫ് ഇൻഷുറൻസ് ആണ്, ടാറ്റേൻ്റെ ലൈഫ് ഇൻഷുറൻസ് ആണ്. അതിൽ ലീഡർഷിപ്പ് മോഡലാണ്. ഇപ്പൊ കേരളത്തിൽ ലീഡേഴ്സ് ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ രജിസ്റ്റർ, ബിസിനസ് തന്നെയാണ്, ടാറ്റയായി ബന്ധപ്പെട്ടുകൊണ്ട് ബിസിനസ്സിനായിട്ട് ചെയ്യുന്നത്. ഒരു ഫേം രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരു കറന്റ് അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് GST ഒക്കെ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആൾക്കാരെ ഇപ്പൊ റിക്രൂട്ട് ചെയ്യുന്നത് ലീഡേഴ്സ് ആയിട്ടൊക്കെ റിക്രൂട്ട് ചെയ്യുന്നു ഇതിന്റെ അകത്ത്. അപ്പൊ ആക്ച്വലി സാർ പറഞ്ഞ കാര്യം എനിക്ക് നേരത്തെ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. പിന്നെ നമ്മളെ ഫേസ് കാണിച്ച് ചെയ്യാന്നുള്ളത്. കാരണം ഞാൻ ഇതുവരെ ഫേസ്ബുക്ക് ഒക്കെ പോസ്റ്റർ ആയിട്ടായിരുന്നു ചെയ്യുന്നത്, വേറെ ഏജൻസി മുഖാന്തരമായിരുന്നു ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടി. ആദ്യം നമുക്കൊരു എങ്ങനെയാ ചെയ്യാന്നുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, പക്ഷെ നമ്മള് മൈൻഡ് ബ്ലോക്ക് ആയിട്ട് പൊട്ടിച്ചു എന്ന് പറയാം. അങ്ങനെ കുറെ ശ്രമത്തിന് ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്കി, നമ്മളെല്ലാം സംസാരിക്കുന്നതിൽ ഉണ്ടാക്കി. ഒരു പെയിൻ പോയിന്റ് ആദ്യമായിട്ട് പറയുകയും ചെയ്തു. ഒരു നല്ലൊരു പെയിൻ പോയിന്റ് എടുത്തിട്ടു. ഇപ്പൊ ഞാൻ പെയിൻ പോയിന്റ് ഉദ്ദേശിച്ച് 0 ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റവർത്തി ബ്രാൻഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. അതും പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തോട് ജീവിക്കുക, അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തു. നന്നായിട്ട് എനിക്കത് ഇപ്പൊ ലീഡ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ സാറ് പറഞ്ഞ എനിക്ക് ശരിക്കും ക്യാച്ച് ചെയ്തു. കാരണം നമ്മള് ഫേസ് കാണിച്ചുകൊണ്ട് നമുക്കൊരു വിശ്വാസമാണ്, ചിലർക്കൊരു ട്രസ്റ്റാണ് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ. മറ്റുള്ളവർ പറയുന്നതും നമ്മൾ ഡയറക്റ്റ് പറയുന്നത് അതും ഒരു ബ്രാൻഡായിട്ട് ചെയ്യണം. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും നമ്മൾ നമ്മളതായ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ അതിനെ ആൾക്കാരിൽ എത്തിച്ചിട്ട് നല്ലൊരു ബ്രാൻഡഡ് ആക്കി മാറ്റണം, നമ്മളതായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം. സാറല്ലേ സാറ് കറക്റ്റ് അല്ലേ? ഞാനൊരു ഒരു കഥ കൂടി പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നിർത്താം. 2017-18 കാലഘട്ടത്തിൽ ആ വെള്ളപ്പൊക്കത്തിൽ ഒരു കമ്പനി, ആ സമയത്ത് കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കമ്പനി ഇതുപോലെ തന്നെ കൺസൾട്ടിങ് ആയിരുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ ആ കമ്പനി ഒലിച്ചു പോയി. ബേസിക്കലി കച്ചവടമൊന്നും അറിയില്ലാണ്ട് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. പക്ഷെ 2020 ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളിലൊക്കെ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ ഞാനും പെട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ബിസിനസ് ഞാൻ ഭയങ്കര സംഭവമായി നടത്തിയെന്നല്ലോ, തോറ്റ ആളാണ്. പക്ഷേ 2020-21 കാലഘട്ടത്തിൽ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഇന്നത്തെ കമ്പനി, ഞാൻ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള കമ്പനി എല്ലാം ഞാൻ 0% 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയ ആളാണ്. അതായത് ഞാൻ കസ്റ്റമർ ഫണ്ടഡ് ആയിട്ട് തുടങ്ങിയ ആളാണ്. എങ്ങനെ കസ്റ്റമർ ഫണ്ടഡ് ആയിട്ട് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സുപ്രഭാതത്തിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കഴിവുകളെ കുറിച്ച് വിശ്വാസം വന്ന സമയത്ത് ഞാൻ എൻ്റെ ഫിഗർ വെച്ചിട്ട് ഒരു പരസ്യം, ഒരു പരസ്യമല്ല, ഒരു പോസ്റ്റർ ഉണ്ടാക്കി ക്യാൻവയിൽ. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടു. അന്ന് ഞാൻ ഇട്ട പേരാണ് ദി ബിസിനസ് ഇൻഫ്ലുവൻസർ എന്നുള്ളത്. അന്ന് ഞാൻ ബിസിനസ് ഇൻഫ്ലുവൻസർ ഒന്നും ആയിട്ടില്ല. ഇന്ന് ഞാൻ ബിസിനസ് ഇൻഫ്ലുവൻസർ ആണ്. ഞാൻ അന്ന് തീരുമാനിച്ചു, അന്ന് മുതൽ ഇന്ന് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്തു. എൻ്റെ എൻ്റെ ഫിഗർ, എൻ്റെ ഈ ഒരു സംഭവത്തിനെ കോട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ വന്നപ്പോൾ ഒരുപാട് പേരെ അപമാനിച്ചിട്ടുണ്ട്, മോശമാക്കി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് വരെ എനിക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ പലപ്പോഴും എന്നോട് കളിയാക്കുന്നുണ്ട്, ഇപ്പോഴും കളിയാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഇതിൽ 90% ആളുകളും എന്നെ കാണുന്ന രീതി വ്യത്യാസമാണ്. അത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ ഉറച്ചു നിന്നത് കൊണ്ടും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ഞാൻ അത് എടുത്തുകൊണ്ടും, അത് ഞാൻ പറയുന്നത് ഏത് ബിസിനസ് നമുക്ക് 0% തുടങ്ങാം, 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാം, കസ്റ്റമർ ഫണ്ടഡ് ആയിട്ട് തുടങ്ങാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമോ നമുക്ക് പറയുന്ന വീഡിയോസ് ചെയ്യുന്നതിനോ മടി കൂടാതെ, തല കാണിക്കാൻ മടിക്കാതെ ചെയ്യണം. ഞാൻ വളരെ സിമ്പിളാണ്. ഞാനിതിൽ എന്താ പറയുക, ഒരുപാട് സ്ത്രീകൾ അവരുടെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രൈവസി ഇഷ്യൂസാണ്, പ്രോബ്ലംസാണ്, ഇഷ്യൂസാണ് എന്ന് പറയും. ഇത് പ്രശ്നം അവർക്കല്ല, ആക്ച്വലി അപ്പുറത്തിരിക്കുന്ന ആളുകൾക്കാണ്. ആദ്യത്തൊക്കെ എതിർപ്പ് ഉണ്ടാവും. ഞാൻ എൻ്റെ ഈ പല്ലിൻ്റെ ഗ്യാപ്പ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇന്നതെൻ്റെ അടയാളമാണ്. നമുക്ക് ഒരുപാട് ആളുകൾ കുറ്റം പറയും, കളിയാക്കും, എന്താ പറയുക, ഇതൊക്കെ പറയുമെങ്കിലും നമുക്ക് ജീവിക്കാൻ നമ്മളെ ഉള്ളൂ. ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല.
നമ്മുടെ തല, നമ്മുടെ ഫിഗർ, നമ്മുടെ സംസാരം, നമ്മുടെ രീതി, നമ്മുടെ കോൺഫിഡൻസ്. ഒരു കമ്പനിയുടെ ഓണറാണ്. അയാളുടെ സ്പീഡ്, അയാളുടെ കൾച്ചർ, അയാളുടെ ചിന്തകളാണ് ആ കമ്പനി. സന്തോഷ്, ഇത് വളരെ കറക്റ്റാണ് സന്തോഷ്. അതുപോലെ എല്ലാവരും ചെയ്യട്ടെ. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. മാർക്കറ്റിംഗ് ചെയ്യാണ്ട് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് ദ വേർഡ് ടുഡേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അറിയിക്കുക. ബാക്കി നമുക്ക് കാണാം നാളെ രാത്രി 8:30 മണിക്ക്. അതുവരേക്കും ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു സാർ.